വീണ്ടും വരുന്നവനായ കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയിൽ പിന്നെയും മഹത്വമെടുക്കുമാറാകട്ടെ. നിങ്ങളേവരും ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നു എങ്കിൽ ദയവായി ഓഫീസ് സ്റ്റാഫിനെ കോൺടാക്റ്റ് ചെയ്യുക. ഒരുപക്ഷെ മഴയുടെ കെടുതിയിലോ നിങ്ങൾ ആഹാരത്തിനോ മരുന്നിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓഫീസ് സ്റ്റാഫിനെ കോൺടാക്റ്റ് ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. ആരാധനയ്ക്ക് യോഗ്യനായ യേശു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. Revelation chapter 5 verses 11 to 14. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11 മുതൽ 14 വരെ. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ട് അവിടെ എണ്ണം 10,000 10,000 1000 1000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയിലും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കുമുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11 മുതൽ 14 വരെ നാം വായിച്ചു കേട്ടത് സ്വർഗത്തിലെ ആരാധനയുടെ ചിത്രമത്രേ. അവരാരാധിക്കുന്നു? കുഞ്ഞാടിനെ ആരാധിക്കുകയാണ്. യേശു കർത്താവ് ആരാധനയ്ക്ക് യോഗ്യൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങേ ആരാധിപ്പാൻ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തെ അവിടെ നിന്ന് ഒരുക്കിയാട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിപ്പ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കും. ഇടവചനത്തിൻ്റെ വാതിൽ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ തുറക്കും. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സഹോദരങ്ങളെ, ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സുവിശേഷ വേല ചെയ്യാനല്ല, സാക്ഷികളായി തീരാനല്ല, കൃപാവരങ്ങളെ പ്രയോജനപ്പെടുത്താനല്ല. പകരം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിപ്പാനാണ്. ഈ പകൽ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളുടെയും എൻ്റെ ഉള്ളിൽ നിന്ന് ആരാധന വെളിപ്പെടുകയാണ്. അല്ലാതെ പാട്ട് പാടി കുറച്ച് കൈയടിച്ച് ബഹളമുണ്ടാക്കുന്ന മാത്രമാണ് ആരാധന എന്ന് പറയരുത്. പകരം നമ്മുടെ ജീവിതമേ ആരാധനയായി തീരുമാറാകട്ടെ. പഴയ നിയമത്തിലും കർത്താവിനെ ആരാധിച്ചതായ പല സന്ദർഭങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. ഇവിടെ ഇതാ സ്വർഗത്തിൽ 10,000 10,000 1000 1000 ദൈവത്തിൻ്റെ ദൂതന്മാർ അത്യുന്നതനായ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പദം അറുക്കപ്പെട്ട കുഞ്ഞാടിന് എന്ന് പറഞ്ഞ് 7 പദങ്ങളാണ് അവിടെ പറയുന്നത്. ആരാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്? കർത്താവ് യേശു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 28-36 വാക്യങ്ങളിൽ തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. യേശു കർത്താവ് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ പറയുകയുണ്ടായി. ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു കർത്താവ് ക്രൂശിന്മേൽ തകർക്കപ്പെട്ട നിമിത്തം അഥവാ ക്രൂശിക്കപ്പെട്ട നിമിത്തം ഹി ബിക്കം ദ ലാം ഹു വാസ് സ്ലെയിൻ. അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി തീർന്നു. തുടർന്ന് വെളിപ്പാട് 5:12 നിങ്ങൾ വായിക്കുമ്പോൾ 7 ശബ്ദങ്ങൾ പറഞ്ഞാണ് അവർ യേശുവിനെ ആരാധിക്കുന്നത്. ശക്തിയും, 2-ാമതായി ധനവും, 3 ജ്ഞാനം, 4 ബലം, 5 ബഹുമാനം, 6 മഹത്വം, 7 സ്തോത്രം.
ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും എന്ന് പറഞ്ഞ് 7 പദങ്ങൾ പറഞ്ഞ് യേശു കർത്താവിനെ ഇതാ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുകയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ കടന്നു ചെന്നപ്പോൾ മാത്രമല്ല യേശു ആരാധനയ്ക്ക് യോഗ്യനായി തീർന്നത്. പകരം തൻ്റെ ഇഹലോക ജീവിതത്തിൽ ശുശ്രൂഷ കാലയളവിലും യേശുവിനെ ആരാധിച്ചതായ പല സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ശുശ്രൂഷ കാലയളവ് മാത്രമല്ല, യേശു ശിശുവായിരുന്നപ്പോഴേ അവൻ ആരാധനയ്ക്ക് യോഗ്യൻ എന്നാണ് തിരുവചനം പറയുന്നത്. ഓരോന്നായി നമുക്ക് ചിന്തിക്കാമോ? ആരാധനയ്ക്ക് അവൻ അർഹനായതുകൊണ്ടാണ് അവനെ ആരാധിച്ചത്. ആരാധനയ്ക്ക് അവൻ കൊതിയനായതുകൊണ്ടല്ല യേശുവിനെ ആരാധിച്ചത്, അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ് ആരാധിച്ചത്. കടന്നു വന്നാട്ടെ മത്തായി സുവിശേഷം 2-ാം അധ്യായം. ക്രിസ്മസ് കാലയളവിലൊക്കെ ധാരാളം നമുക്ക് കേൾക്കുന്നതായ ഒരു ദൈവവചനമാണല്ലോ അത്. മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, കിഴക്ക് നിന്ന് വിദ്വാൻമാർ വരികയാണ്, ഈസ്റ്റിൽ നിന്ന്. എനിക്കറിയത്തില്ല അവർ ഇറാനിൽ നിന്നാണോ, ഇറാഖിൽ നിന്നാണോ, ചൈനയിൽ നിന്നാണോ, ഇന്ത്യയിൽ നിന്നാണോ അവർ കടന്നു വന്നത് എന്നറിയത്തില്ല. പക്ഷേ ദിക്ക് വച്ച് പറയുന്നു, അതെ, കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നു. അവർ എത്ര പേരെന്ന് അറിയുന്നില്ല. ചിലപ്പോൾ അവർ എന്ന് പറയുന്നത് കൊണ്ട് ഒന്നിൽ കൂടുതലാണ്, ബഹുവചനമാണ്. അവർ എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ അവർ കൊണ്ടുവന്നത്, അവർ എത്ര പേരാണെങ്കിലും അവർ കൊണ്ടുവന്നത് 3 കാര്യങ്ങളെയാണ് അവർ കൊണ്ടുവന്നത്. മത്തായി സുവിശേഷം 2:11 വായിക്കുമ്പോൾ, ആ വീട്ടിൽ ചെന്ന് യേശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. ശ്രദ്ധിക്കുക, അമ്മയായ മറിയോട് കൂടിയാണ് കണ്ടത്. സീനിയോറിറ്റി അനുസരിച്ച് ആദ്യം അമ്മയെ നമസ്കരിച്ച് പിന്നെ അവസാനത്തെ അല്പസമയം മോന നമസ്കാരം കൊടുത്തു എന്നല്ല തിരുവചനം പറയുന്നത്. പകരം സ്തോത്രം, ആരാധന കൊടുക്കേണ്ടവനാണ് കൊടുക്കേണ്ടത്. അർഹനായ വ്യക്തിയെ, അഥവാ ദൈവം ഒരു വ്യക്തിയാണല്ലോ, ഈസ് എ പേഴ്സൺ. അർഹനായവനെയാണ് ആരാധിക്കേണ്ടത്. സൃഷ്ടിയെയല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടികർത്താവിനെയാണ് ആരാധിക്കേണ്ടത്. വ്യക്തമായി പറഞ്ഞാൽ സൂര്യനെ അല്ല നമസ്കരിക്കേണ്ടത്, സൂര്യനെ നിർമ്മിച്ച ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെയാണ് നമസ്കരിക്കേണ്ടത്. ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അല്ല നമസ്കരിക്കേണ്ടത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവയെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയൊരു ദൈവമുണ്ട്, ആ ദൈവത്തെയാണ് നമസ്കരിക്കേണ്ടത്. പാമ്പിനെയും പഴുതാരിയും അല്ല നമസ്കരിക്കേണ്ടത്. പഴയ പാമ്പായ സാത്താന്റെ തലയെ കാൽവരി ക്രൂശിൽ വെച്ച് തകർത്ത യഹൂദ ഗോത്രത്തിലെ സിംഹമായ കർത്താവിനെയാണ് നമസ്കരിക്കേണ്ടത്, സൃഷ്ടിയല്ല നമസ്കരിക്കേണ്ടത്. അതുകൊണ്ട് മറിയയല്ല നമസ്കരിക്കേണ്ടത്, യേശു കർത്താവിനെ അവർ വീണ് നമസ്കരിച്ചു. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ പറയുന്നു. ആ വീട്ടിൽ ചെന്ന് ശിശുവായ അമ്മയായ മറിയോടുകൂടെ കണ്ടിട്ട്, അമ്മയ്ക്ക് പകുതി മകന് പകുതി എന്നല്ല ആരാധന കൊടുത്തത്, വീണ് അവനെ നമസ്കരിച്ചു. നിങ്ങളുടെ ആരാധന പാഴായി പോകരുതേ, നിങ്ങളുടെ ആരാധന വല്ലവരും കൊണ്ടുപോകരുതേ. വീണ് യേശുവിനെ നമസ്കരിച്ചാട്ടെ. യേശുവിനെ നമസ്കരിച്ച്, ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെ നമസ്കരിച്ച് 3 വസ്തുക്കളെ അവൻ്റെ മുൻപിൽ കാഴ്ചവെച്ചു. ആരാധന എടുക്കുന്നതല്ല, ആരാധന കൊടുക്കുന്നതാണ്. ആരോ എടുക്കാൻ വേണ്ടിയാണ് വരുന്നത്, ആരൊക്കെ എന്തൊക്കെയോ പ്രാപിക്കാം എന്ന് പറഞ്ഞാണ് വരുന്നത്. അത് നടക്കുമായിരിക്കും, പക്ഷേ ആദ്യം നടക്കേണ്ടത് ദൈവത്തിന് കൊടുത്താലേ ദൈവത്തിൽ നിന്ന് എടുപ്പാൻ കഴിയത്തുള്ളൂ, അഥവാ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. 3 കാര്യം, പൊന്ന്, കുന്തിരിക്കം, മൂര്, 3 കാര്യമാണ് യേശുവിൻ്റെ മുൻപിൽ വെച്ചത്. എന്തുകൊണ്ട് പൊന്ന്? സഖറിയ 6:12 പറയുന്നു, യേശു രാജാവ്. അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പൊൻ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടിരിക്കുന്നു എന്ന് സഖറിയ പറയുന്നു. അവൻ രാജാവ്. എന്തുകൊണ്ട് കുന്തിരിക്കം? പുരോഹിതന്മാർ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കയ്യിൽ കുന്തിരിക്കമുണ്ടായിരുന്നു. യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. എബ്രായ ലേഖനം 3:1 പറയുന്നു, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. എന്തുകൊണ്ട് മൂര്? യേശു കർത്താവ് രാജാവ്. ലൂക്കോസ് 24:19 അതെ, യേശു കർത്താവ് പ്രവാചകൻ. മൂര് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് പ്രവാചകൻ. പൊന്ന് യേശു രാജാവ്, മൂര് യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ലൂക്കോസ് 24:19 അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. യേശു രാജാവായതുകൊണ്ട്, യേശു പുരോഹിതനായതുകൊണ്ട്, യേശു പ്രവാചകനായതുകൊണ്ട് അവൻ്റെ മുൻപിൽ
മോരും പൊന്നും കുന്തിരുക്കവും വച്ച് യേശുവിനെ നമസ്കരിച്ചു. അവൻ ആരാധനയ്ക്ക് അർഹതയുള്ളവനായതുകൊണ്ട് അവൻ്റെ മുൻപിൽ മോരും പൊന്നും കുന്തിരുക്കവും വച്ച് നമസ്കരിച്ചു. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ ആരാധനയ്ക്ക് അനർഹനല്ല യേശു, പകരം യേശു അർഹതയുള്ളത് കൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾക്കുള്ളതായ സകലതിനെയും നിങ്ങളെയും അർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. രണ്ടാമതായി ഞാൻ പറയട്ടെ, നിങ്ങൾക്കുള്ള സകലതിനെയും നിങ്ങളെയും അർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. രണ്ടാമതായി, ആരുമില്ലെങ്കിലും നിങ്ങൾ അനാഥനാണെങ്കിലും നിങ്ങളുടെ ഏകാന്തതയിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഒരു വാക്യം, ഏകാന്തതയിൽ നിന്ന് ഒരുവൻ ദൈവത്തെ ആരാധിക്കുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ഇതാ മത്തായി സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. മത്തായി 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കുഷ്ഠരോഗി തൻ്റെ ഏകാന്തതയിൽ നിന്ന് വരികയാണ്. കാരണം അക്കാലത്ത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവനും തള്ളപ്പെട്ടവനുമാണ് കുഷ്ഠരോഗി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവനും തള്ളപ്പെട്ടവനും. നിങ്ങൾ വെറുക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തള്ളപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കുള്ള ദൂത് ഞാൻ പറയട്ടെ. സമൂഹത്തിൽ ഒരുവൻ കുഷ്ഠരോഗിയായാൽ അവൻ വീട്ടിൽ നിന്ന് പുറത്താണ്, പാളയത്തിന് പുറത്ത് അഥവാ പട്ടണത്തിന് പുറത്താണ് അവൻ പാർക്കേണ്ടത്. അവൻ പാർക്കുന്ന ഇടം അശുദ്ധമാണ്, അവൻ പാർക്കുന്ന വീട് അശുദ്ധമാണ്, അവൻ ഇരിക്കുന്ന ഇരിപ്പിടം അശുദ്ധമാണ്, അവൻ്റെ സ്തോത്രം കസേര അശുദ്ധമാണ്, അവൻ കിടക്കുന്ന കിടക്ക അശുദ്ധമാണ്. അങ്ങനെ അവൻ തൊടുന്നതും അവൻ കൈകാര്യം ചെയ്യുന്നതുമായ സകല സാഹചര്യങ്ങൾ ഇത് അശുദ്ധമായിരിക്കുമ്പോൾ, സ്തോത്രം, എല്ലാവരും തൊട്ടുകൂടാത്തോർ, തീണ്ടിക്കൂടാത്തോർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളോർ എന്ന് പറഞ്ഞ് സകലരും അവനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. റോഡെ അവൻ നടന്നു വരുമ്പോൾ അവനിങ്ങനെ അധരം തുറന്ന് പറയണം, ഞാൻ അശുദ്ധൻ, ഞാൻ അശുദ്ധൻ. അത് വിളിച്ചു പറഞ്ഞിട്ടേ വരയണം. ഞാൻ അശുദ്ധൻ, ഞാൻ അശുദ്ധൻ എന്ന് അവൻ പറഞ്ഞു വരുമ്പോൾ ആ വഴിയിൽ നിൽക്കുന്ന എല്ലാവരും ഇടതും വലതും ഇതാ മാറി നിന്ന് അവൻ കടന്നു പോകും. അല്ലെങ്കിൽ അവനിതാ മാറി നിൽക്കും. അപ്പോൾ വഴിയിൽ വരുന്നവർ പോയിട്ട് മാത്രമേ അവന് പോകാൻ കഴിയത്തുള്ളൂ. വഴി യാത്രയിൽ പോലും ഹി വാസ് എ റിജക്റ്റഡ് ഗായ്. അവൻ തിരസ്കരിക്കപ്പെട്ടതായ ഒരു വ്യക്തിയാണ്. അവൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക് പാർക്കുന്നു. കാരണം അവൻ തിരസ്കരിക്കപ്പെട്ടവനാണ്. അവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവൻ ഏകാന്തതയിലാണ്. ആ ഏകാന്തതയിൽ ആരും അവനോടുകൂടെയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ ആരുമില്ലാതെ അവൻ ഏകാന്തതയിലായിരിക്കുന്നു. ഈ ദിവസം ആരോ ഒരുപക്ഷെ സ്വയം പരിതപിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരിക്കും, അയ്യോ പാവം, എനിക്കാരുമില്ല. ആരാധിക്കുന്നവനൊരിക്കലും എനിക്കാരുമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. സ്വയം പരിതപിക്കുന്നത് പാപമാണ് എന്ന് ഞാൻ പറയട്ടെ. സ്വയം പരിതപിക്കുന്നത് സെൽഫ് പിറ്റി, ഇറ്റ്സ് എ സിൻ. എന്തുകൊണ്ടാണ് സ്വയം പരിതപിക്കുന്നത് പാപമെന്ന് പറയുന്നത്? പാപം, എനിക്ക് മാത്രം ഈ പ്രശ്നം, എനിക്ക് മാത്രം ഈ കണ്ണുനീർ, എനിക്ക് മാത്രം ഈ വേദന എന്ന് നിങ്ങൾ പറയുമ്പോൾ കർത്താവിനെ ചെറുതാക്കി കാണിക്കുകയാണ്. കർത്താവിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുകയാണ്. കർത്താവിനെ നിങ്ങൾ തള്ളിയിരിക്കുകയാണ്. ഇല്ല, യേശുവിൻ്റെ ഭാരം ഏറ്റെടുത്തു, യേശുവിൻ്റെ വേദന ഏറ്റെടുത്തു, യേശുവിൻ്റെ ദുഃഖം ഏറ്റെടുത്തു, യേശുവിൻ്റെ നിന്ന ഏറ്റെടുത്തു, യേശു കർത്താവിൻ്റെ റിജക്ഷൻ, എൻ്റെ തിരസ്കരണം ഏറ്റെടുത്തു, യേശുവിൻ്റെ പരിഹാസം ഏറ്റെടുത്തു. ഞാൻ ഒരിക്കലും വാലല്ല, ഞാൻ തലയത്രേ എന്ന് അനുഭവിക്കുന്ന വിശ്വസിക്കുന്ന ഒരുവന് ഒരിക്കലും സ്വയം പരിതപിപ്പാൻ, സെൽപ്പിറ്റിയിൽ ജീവിപ്പാൻ കഴിയത്തില്ല. അങ്ങനെ യേശു നിൻ്റെ നിന്ദകളെ ചുമന്നു എങ്കിൽ, യേശു നിൻ്റെ തിരസ്കരണത്തെ ചുമന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശു കർത്താവ് നിങ്ങളുടെ വേദനകളെ, കർത്താവ് യേശു ക്രിസ്തു നിങ്ങളുടെ വേദനകളെ ഏറ്റെടുത്തെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ ആ സ്ഥാനത്ത് കിടന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആ വീട്ടിൽ നിന്ന്, ആ റൂമിൽ നിന്ന് ആരാധിക്കുമ്പോൾ, ആ റൂമിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ആ ഭവനത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, പകരം ആരുണ്ട്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ് ചെയ്ത കർത്താവ് നിന്നോട് കൂടെയുണ്ട്. യെശയ്യാപ്രവചനം 43:2, നിങ്ങൾ ഒറ്റയ്ക്കല്ല. വെള്ളത്തിലൂടെ കിടക്കുമ്പോൾ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്, തീയിൽ കൂടെ കിടക്കുമ്പോൾ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. മത്തായി സുവിശേഷം 1:22.
യെശയ്യാ പ്രവചനം 7:11. അതെ, കർത്താവ് പറയുന്നു, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവചനം 48:35. യഹോവ ഷമ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. മത്തായി സുവിശേഷം 28:20 പറയുന്നു, ലോകാവസാനത്തിൻ്റെ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആരാധനയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഭക്തിയുള്ള ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ ഏകരല്ല. നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ സാക്ഷി പറയുമ്പോൾ കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ പാടുമ്പോൾ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അതാണ് നിങ്ങൾ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഒരു സർട്ടൻ ലെവൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്, ഈ റൂമിൽ ഞാൻ ഒറ്റയ്ക്കല്ല, വേറെ ഒരാൾ കൂടെ ഞങ്ങളോടൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഞങ്ങളോട് കൂടെയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നവൻ, ആരാധന അംഗീകരിക്കുന്നവൻ, ഒരിക്കലും തള്ളിക്കളയാത്തവൻ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് യോഗ്യനായ ദൈവത്തെ ആരാധിച്ചാട്ടെ, നിങ്ങളുടെ ഏകാന്തതയിലും ദൈവത്തെ ആരാധിച്ചാട്ടെ. സ്തോത്രം. മാത്രമല്ല, മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 9-ാം അധ്യായം 18-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, അവിടെ ഇതാ ഒരുവൻ വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. മിക്കവാറും മത്തായി സുവിശേഷത്തിൽ നിന്നാണ് എനിക്കിത് പറവാൻ തക്കണം. സ്തോത്രം. അതെ, പ്രേരണയുള്ളത്. മത്തായി സുവിശേഷം 9-ാം അധ്യായം 18-ാം വാക്യം 9-18 പറയുന്നു, അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു, അഥവാ യേശുവിനെ ആരാധിച്ചു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. യായിറോസ് എന്ന് പറയുന്നതായ ഒരു പ്രമാണി വന്ന് യേശുവിനെ നമസ്കരിക്കുകയാണ്. മർക്കോസ് വിശേഷം 5-ാം അധ്യായത്തിലും നിങ്ങൾക്കിത് കാണുവാൻ ഗുണം കഴിയും. 12 ശിഷ്യന്മാരുമായി യേശു കർത്താവ് ഇതാ ഒരു ദിവസം തൻ്റെ ശുശ്രൂഷയ്ക്കായി പുറപ്പെടുമ്പോൾ 12 വയസ്സ് പ്രായമുള്ളതായ ഒരു കുട്ടിയുടെ പ്രശ്നവുമായി യായിറോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. 12 ശിഷ്യന്മാർ ചുറ്റുമുണ്ട്. മരിക്കാറായി കിടക്കുന്നതായ 12 വയസ്സ് പ്രായമുള്ള കുട്ടിയെക്കുറിച്ച് യായിറോസ് യേശുവിനോട് പറയുന്നു. അപ്പോൾ ഇതാ 12 വർഷക്കാലമായി രക്തസ്രവത്താൽ ബാധിക്കപ്പെട്ടവൾ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമാകുകയാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഒരു 12ൻ്റെ ദിനമാണ്. 12 ശിഷ്യന്മാർ, 12 വയസ്സുള്ള ബാല, 12 വർഷമായി രക്തസ്രവം ബാധിക്കപ്പെട്ടതായ ഒരു സ്ത്രീ. ഇവിടെ ഇതാ യായിറോസ് യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ പ്രതീക്ഷിക്കുന്നത് അത്ഭുതമാണ്. ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തകർച്ചയല്ല പ്രതീക്ഷിക്കേണ്ടത്, അത്ഭുതമാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്രശ്നമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. എന്തേലും പ്രശ്നം, ഒരു ചെറിയ പ്രശ്നം, വലിയ പ്രശ്നം, എൻ്റെ മുമ്പിലിരിക്കുന്നവർ പോലും കൈ ഉയർത്തുന്നു. അവർ കൈ ഉയർത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ കരങ്ങൾ വന്ന് ചലിപ്പിച്ചാട്ടെ. നിങ്ങളുടെ തകർച്ചയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ ഒരു അത്ഭുതമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എഴുതിയിട്ട് കാണുന്ന പഠിക്ക്, ഈ ദിവസം നിങ്ങളൊരു അത്ഭുതം കാണുവാൻ പോകുന്നു. നിങ്ങളൊരു അത്ഭുതത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടായിരിക്കാം. എന്നെപ്പോലെയുള്ള ദൈവദാസന്മാർ അത്ഭുതങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ദിവസങ്ങൾ നിങ്ങൾ ഒരു അത്ഭുതം അനുഭവിപ്പാൻ പോകുന്നു. ഈ ദിവസം നിങ്ങൾ ഒരു അത്ഭുതം കാണുവാൻ പോകുന്നു. വലുത് കരങ്ങൾ ഉയർത്തി പറ, ഒരത്ഭുതം ഞാൻ കാണുവാൻ പോകുന്നു. ഒരിക്കൽ കൂടെ, ഒരത്ഭുതം നിങ്ങൾ കാണുവാൻ പോകുന്നു. നിങ്ങളെ ഒരത്ഭുതമാകുവാൻ പോകുകയാണ്. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി ഒക്കെ പലതരത്തിൽ ആത്മമണ്ഡലത്തിൽ നിങ്ങളുടെ ആരാധന ഉയരുമ്പോൾ ഭൗമമണ്ഡലത്തിൽ അത്ഭുതം വെളിപ്പെടുന്നു. ഒരിക്കൽ കൂടെ, ആത്മമണ്ഡലത്തിൽ ആരാധന ഉയരുമ്പോൾ ഭൗമമണ്ഡലത്തിൽ അത്ഭുതം വെളിപ്പെടുന്നു. ഈ അത്ഭുതം ഇറങ്ങി നിൽക്കുന്നത് ഭൗമമണ്ഡലത്തിലാണ്. പക്ഷേ ആത്മമണ്ഡലത്തിൽ എന്തോ ഉയരണം? ആദ്യം ആരാധന ഉയരണം. ആദ്യം ആരാധന ഉയരുമ്പോൾ പിന്നെ ഭൗമമണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ അത്ഭുതം വെളിപ്പെടും എന്ന് വിചാരിച്ച് ഇപ്പോൾ ആരാധിച്ചോ നിങ്ങൾക്ക് അത്ഭുതം വെളിപ്പെടുമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയല്ല, ഞാൻ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു തന്ത്രം ഇട്ട് തരികയല്ല. ഇതാ അത്ഭുതം വരുന്നേ, നിങ്ങളൊരത്ഭുതം കാണുമെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരിങ്ങനെ അതിവേഗത്തിൽ കൈയടിച്ച് ഭയങ്കരമായി ബഹളമുണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്യാസ് കുറ്റി പോലെ, ശ്വാസം ഉണ്ടോയെന്ന് അറിയത്തില്ല, തൊട്ട് നോക്കണം. അങ്ങനെയുള്ളവർ പോലും ഭയങ്കരമായി ബഹളമിട്ട് ആരാധിക്കും. എന്തിനു വേണ്ടി? അത്ഭുതം വരുന്നേ എന്ന് പറയുമ്പോൾ. എന്നാൽ അത്ഭുതത്തിന് വേണ്ടിയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആരാധന ആര് കൊണ്ടുപോയി? അത്ഭുതം കൊണ്ടുപോയി. അത്ഭുതത്തിന് വേണ്ടിയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധന വിടുതൽ കൊണ്ടുപോയി. ആരാധിക്കുമ്പോൾ സൗഖ്യം,
നിങ്ങളുടെ ആരാധന സൗഖ്യം കൊണ്ടുപോയി. പക്ഷേ നിങ്ങളുടെ ആരാധന ആർക്കായിരിക്കണം? സൗഖ്യത്തിനും വിടുതലിനും അത്ഭുതത്തിനുമാകല്ല, നിങ്ങളുടെ ആരാധന ദൈവത്തിനായിരിക്കണം. അതാണ് ബാലൻസ് ടീച്ചിങ്. നിങ്ങളുടെ ആരാധന കൊടുക്കേണ്ടവനെ കൊടുക്കുമ്പോൾ നടത്തേണ്ടവൻ അത്ഭുതകരമായി നിങ്ങൾ നടത്തും. നിങ്ങളുടെ ആരാധന അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും രോഗശാന്തിക്കും ഫിനാൻഷ്യൽ മിറക്കിളിനും ഒന്നുമാകല്ല. നിങ്ങളുടെ ആരാധന യോഗ്യനായ കർത്താവിന് തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ സ്തോത്രം, ദൈവത്തിൻ്റെ ജനം എന്തു ചെയ്യും? അവർ അത്ഭുതങ്ങളെ കാണും. ഇസ്രായേലിനെ വിടുവിച്ച് ദൈവം മരുഭൂമിയിലൂടെ നടത്തിയത് തൻ്റെ ജനമായിട്ടാണ്. എന്തിനു വേണ്ടി? എൻ്റെ ജനത്തെ ആരാധിപ്പാനായി വിട്ടയക്ക. ഒരിക്കൽ കൂടെ, എൻ്റെ ജനത്തെ ആരാധിപ്പാനായി വിട്ടയക്ക. കാരണം ഈ ഫറവോൻ്റെ അടിമത്തത്തിൽ കിടന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. അടിമകൾക്ക് ദൈവത്തെ സേവിപ്പാൻ കഴിയത്തില്ല. അടിമകൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയത്തില്ല. അടിമകൾക്ക്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിപ്പാൻ കഴിയത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവവേല ചെയ്യാൻ കഴിയത്തുള്ളൂ. അടിമകൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയത്തില്ല. പക്ഷേ ആരാധനയെ തടയുന്ന, നിങ്ങളുടെ ആരാധനയെ തടയുന്ന ഏത് നുകമാണെങ്കിലും, ഏത് ഫറവോനാണെങ്കിലും, ആ നുകം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ രാത്രിയിൽ ഒടഞ്ഞു മാറട്ടെ. നിങ്ങൾ സ്വതന്ത്രരാകട്ടെ. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ വീട്ടിൽ നിന്ന് ആരാധന ഉയരല്, ഈ വീട്ടിൽ നിന്ന് അന്യഭാഷയുടെ സ്വരം ഉയരല് എന്ന് ഏതെങ്കിലും ഭർത്താവ് പറയുന്നെങ്കിൽ, ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പറയുന്നെങ്കിൽ, നിങ്ങളെ തൊട്ട കർത്താവ് അടുത്ത ദിവസങ്ങളിൽ അവരെയും തൊടുവാൻ വേണ്ടി പോകുന്നു. നിങ്ങളെ വിടിവിച്ച കർത്താവ് അവരെ വിടിവിപ്പാൻ വേണ്ടി പോകുന്നു. അപ്പോസ്തലപ്രവൃത്തി 16:31, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യേശുവിനെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും, സ്തോത്രം, അതെ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അടുത്തിരിക്കുന്നവർ നോക്കി പറ, നമ്മൾ കുടുംബമായി ദൈവത്തെ ആരാധിക്കും, കുടുംബമായി ദൈവത്തെ സേവിക്കും. അപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന് ആരാധന കൊടുക്കുമ്പോൾ ദൈവം ആരാധനയിൽ പ്രസാദിച്ച് ഇറങ്ങി വരുന്നു. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ആരാധന ഉയരുമ്പോൾ ദൈവം, സ്തോത്രം, ആരാധനയിൽ പ്രസാദിച്ച് ഇറങ്ങി വരുന്നു. ദൈവം ഇറങ്ങി വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും കെട്ടുകളുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ അവനതിനെ തകർത്തിട്ടേ പോകത്തുള്ളൂ. ദൈവം ഇറങ്ങി വന്നാൽ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടേ അവൻ പോകത്തുള്ളൂ. അല്ലേ? കർത്താവ് വന്നപ്പോൾ കർത്താവ് വെറുതെ വരത്തില്ല. കർത്താവ്, എന്താ നീ വന്നത്? ഓ തോമച്ച, ഞാൻ ചുമ്മാ വന്നതാ. അപ്പുറത്തെ അവറാച്ചൻ്റെ വീട്ടിൽ പോയപ്പോൾ പോയ വഴിക്ക് ചുമ്മാതെ ഇങ്ങോട്ട് കയറിയതാ. എൻ്റെ കർത്താവ് ചുമ്മാ വരത്തില്ല. സമയം കൊല്ലാനായിട്ട് ദൈവം വരത്തില്ല. ദൈവം ഇറങ്ങി വരുന്നെങ്കിൽ ഒരത്ഭുതം നീ കാണും. നിൻ്റെ ആരാധന ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ ഒരത്ഭുതം നീ കാണും. മരിക്കാറായ കുട്ടി, പിന്നത്തേതിൽ അവൾ മരിച്ചു, യാരോസിൻ്റെ മകൾ മരിച്ചു. പക്ഷേ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ആദ്യം കണ്ട റേസിംഗ് ദ ഡെഡ്, മരിച്ച അവസ്ഥയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റത് ശിഷ്യന്മാർ കണ്ടത്. യേശുവിന് മരണത്തിന്മേലും അധികാരമുണ്ട്. മരിച്ചാലും അവർ ജീവിപ്പിക്കും, മരിച്ചാലും യേശു ജീവിപ്പിക്കും എന്ന് ശിഷ്യന്മാർ കണ്ടത് യായിറോസിൻ്റെ വീട്ടിലാണ്. അവൻ വന്ന് ആദ്യം ആരാധിച്ചു. ആരാധനയുടെ വീടാണോ? അത് അത്ഭുതത്തിൻ്റെ വീടാണ്. ഒരിക്കൽ കൂടെ, ആരാധനയുടെ വീടാണോ? അത്ഭുതത്തിൻ്റെ വീടാണ്. സ്വന്തം കരത്തമാർവോട് ചേർത്ത് വെച്ച് പറ, എൻ്റെ വീട് അത്ഭുതത്തിൻ്റെ വീടാണ്. എൻ്റെ വീട് എന്താ വീടാണ്? അത്ഭുതത്തിൻ്റെ വീടാണ്. മൂന്നാമത് ഒരിക്കൽ കൂടെ, എൻ്റെ വീട് അത്ഭുതത്തിൻ്റെ വീടാണ്. അത് ശാപത്തിൻ്റെ വീടല്ല, അത് ബന്ധനത്തിൻ്റെ വീടല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാൽ അത് ആരാധനയുടെ വീടായതുകൊണ്ട് അത് അത്ഭുതത്തിൻ്റെ വീടാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇതാ ശിഷ്യന്മാർ യേശുവിനെ ആരാധിക്കുന്നു. മത്തായി 14:33. അവസ്ഥ എന്താണെങ്കിലും ദൈവത്തെ ആരാധിച്ചാട്ടെ. ചുറ്റുപാട് ഏതാണെങ്കിലും ദൈവത്തെ ആരാധിച്ചാട്ടെ. കാര്യം, എവർ ആരാധിച്ചത് കരയിലല്ല ആരാധിച്ചത്, ഇവർ കടലിലാണ് ആരാധിച്ചത്. ശിഷ്യന്മാർ ആരാധിച്ചത് യേശുവിനെ കരയിലല്ല ആരാധിച്ചത്, പകരം എവിടെയാണ്? അവൻ കടലിലാണ് ആരാധിച്ചത്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 33-ാം വാക്യം, പടകിലുള്ളവൻ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പടകിലുള്ളവൻ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് ആ കടലിലായിരുന്ന പടകിൽ യേശുവിനെ നമസ്കരിച്ചു. ഞാൻ ഓർക്കുന്നു 2015 ഒക്ടോബർ മാസത്തിൽ ഒരു ഞായറാഴ്ച ഞങ്ങളിങ്ങനെ സ്തോത്രം പത്മോസ് ദ്വീപിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഞായറാഴ്ച യാത്ര ചെയ്യണം. അയ്യോ ബ്രദർ സുരേഷ് ബാബു പിന്മാറ്റത്തിൽ പോയോ? ബ്രദർ സുരേഷ് ബാബു ഞായറാഴ്ച കടലിൽ പത്മോസ് ദ്വീപ് കാണാൻ വേണ്ടി ഉഴപ്പിയോ, സഭയെ ഉഴപ്പിയോ? നോ,
ഞങ്ങൾ ആ ബോട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. നല്ലൊരു സാമാന്യ വലിപ്പമുള്ള ഒരു ബോട്ട്. ആ സഭായോഗം അന്നത്തെ ബോട്ടിലായിരുന്നു. ഞാനല്ല പ്രസംഗിച്ചത്, സ്തോത്രം. എൻ്റെ കൂടെ വേറെ ചില പ്രീച്ചേഴ്സ്, പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് ബ്രേക്ക് കുറവായിരുന്നു, ആക്സിലേറ്റർ കൂടുതലായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുമെന്ന് അറിയത്തില്ല. വർക്കല വണ്ടി ചവിട്ടിയാൽ തമ്പാനൂരേ വണ്ടി നിൽക്കത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കേണ്ടി വന്നില്ല. പക്ഷേ അന്ന് സഭായോഗം നടന്നു. ചിലർക്ക് ഇതാണല്ലോ ഈ സ്റ്റാർട്ടിങ് ഫിനിഷിംഗ് പ്രോബ്ലമാണ് ചിലർക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്നതുപോലെ. സ്തോത്രം. അതെ, അന്ന് സഭായോഗം കടലിൽ നടന്നു. നമ്മളെപ്പോഴായാലും ആരാധിക്കും. പത്മോസിലേക്ക് പോകുന്ന വഴിക്ക് ആ ബോട്ടിലിരുന്ന് ആ ബോട്ടിലിരുന്ന് ആ വേവ്സിൽ നല്ല തിരമാലകളൊക്കെ കുറിച്ചുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു അത്. അങ്ങനെയാണ് ഗൈഡ് പറഞ്ഞത്. ആ ദിവസം അന്നത്തെ സഭായോഗം ആ ബോട്ടിൽ വെച്ചായിരുന്നു. ഹല്ലേലൂയ. സോ ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുക. എല്ലാം ഒന്ന് അനുകൂലമാകട്ടെ, എന്നിട്ട് ദൈവത്തെ ആരാധിക്കാം എന്നല്ല ഇവിടെ ശിഷ്യന്മാർ പറഞ്ഞത്. ഇവിടെ ഇതാ കാറ്റ്, തിരമാല ഏറ്റവും ഭയങ്കരമായി പൊങ്ങിയിരിക്കുകയാണ്. യേശു കർത്താവ് അവരെ പറഞ്ഞയച്ചിട്ട് മലമേൽ കയറി അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അവരെ പടകിൽ അക്കരയ്ക്ക് പോകാ എന്ന് പറഞ്ഞയച്ചിട്ട് കർത്താവ് മലമേൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അവരെ പറഞ്ഞയച്ചു പോയി. ചില സമയത്ത് കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അവരോട് കൂടെ യേശു ഇല്ലായിരുന്നു. യേശു മലമേലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വാരിധിയൻ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ. നമ്മളെ ഈ വാരിധിയിലേക്ക്, ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് കർത്താവ് യേശു പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമ്മൾ മുങ്ങിപ്പോകാതിരിപ്പാൻ നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഈ പടക് മുന്നോട്ട് പോവുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കാറ്റടിച്ചു, തിരമാല പൊങ്ങി. പണ്ടിതുപോലെ കാറ്റടിച്ചു, തിരമാലയൊക്കെ പൊങ്ങിയപ്പോൾ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. കാറ്റിനെയും കടലിനെയൊക്കെ ശാന്തമാക്കാൻ യേശു ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഒറ്റയ്ക്കാണ് ആയിരിക്കുന്നത്. അപ്പോൾ അവരെ നിലവിളിച്ചു. അപ്പോഴിതാ മാത്രമല്ല, കുനിന്മേൽ കുരു എന്നതുപോലെ ഒരു രൂപം ഇതാ കടൽ മുകളിലൂടെ നടക്കുന്നു. ഉടനെ യേശു കർത്താവ് പറഞ്ഞു, ധൈര്യപ്പെടുവേൻ, ഞാനാകുന്നു എന്ന് കേട്ടപ്പോൾ, ആ ശബ്ദം കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇത് ശത്രുവല്ല, ഇത് മിത്രമാണ്. നിങ്ങൾ ഈ കുഞ്ഞു കിളികളെ കണ്ടിട്ടുണ്ടോ? കുഞ്ഞു കിളികൾ, കണ്ണ് തുറക്കാത്ത, ഏറ്റവും മുട്ടപ്പൊട്ടി പുറത്തു വന്ന കുഞ്ഞു കിളികൾ. അത് ഈ അമ്മയുടെ ചിറകടി ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് വാ തുറക്കാറുണ്ട്. അതിൻ്റെ കണ്ണ് കാണത്തില്ല, പക്ഷെ വാ തുറക്കും. എന്തുകൊണ്ടാണ്? കണ്ടിട്ടല്ല അമ്മയെ മനസ്സിലാക്കുന്നത്. ചിറകടി ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാകും. ആ ചിറകിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാകും, ഇത് ശത്രുവല്ല, ഇത് മിത്രമാണ്. ഇതുപോലെ യേശുവിനെ വ്യക്തമായി ആ രാത്രി അവർ കണ്ടില്ല. തിരമാല പൊങ്ങുകയാണ്, കാറ്റ് വീശുകയാണ്, അർദ്ധരാത്രിയാണ്. പക്ഷെ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി, ഇത് ഭൂതമല്ല, ഇത് യേശുവാണ്. ധൈര്യപ്പെടുവേൻ, ഞാനാകുന്നു. ഉടനെ യേശുവാണെന്ന് ആ ശബ്ദം കേട്ടപ്പോൾ, ഈ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാം ശത്രുവല്ല പ്രസംഗിക്കുന്നത്, മിത്രമാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, സാത്താൻ്റെ ശബ്ദമല്ല, പിന്നെ എന്തോ ശബ്ദമാണ്? ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം കേട്ട ഉടനെ അഡ്വഞ്ചർ, ഒരൊറ്റ ഡിസൈപ്പിളേ ഉണ്ടായിരുന്നുള്ളൂ. സാഹസികത ഏറ്റെടുപ്പാൻ കഴിവുള്ള ഒരൊറ്റ ശിഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ പേരാണ് പത്രോസ്. ചാടി ഇറങ്ങി, നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം. അവൻ നടന്നു. സ്തോത്രം. പത്രോസ് നടന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇടയ്ക്ക് വെച്ചൊന്ന് മുങ്ങി, കർത്താവിനെ പൊക്കി, എന്നിട്ട് തിരിച്ച് നടന്നു. ഇടയ്ക്ക് മുങ്ങിയത് മാത്രമാണ് പലരും പറയുന്നത്. ഞാൻ പറയുന്നത് അങ്ങോട്ട് നടന്നു, തിരിച്ച് നടന്നു. ഒറ്റയ്ക്ക് നടന്നു, തിരിച്ച് യേശുവിനോടൊപ്പം നടന്നു. സ്തോത്രം, അങ്ങോട്ട് ഒറ്റയ്ക്ക് നടന്നു, തിരിച്ച് യേശുവിനോടൊപ്പം നടന്നു. പത്രോസ് നടന്നെങ്കിൽ സൂപ്പർ നാച്ചുറലി നീയും നടക്കും. പത്രോസ് നടന്നെങ്കിൽ തുറച്ചു നോക്കുന്ന 11 പേരുടെ മുൻപിൽ, പത്രോസ് നടന്നെങ്കിൽ തുറച്ചു നോക്കുന്നവരുടെ മുമ്പിൽ നീ എന്താകും, ആരാകും, സ്തോത്രം എന്ന് ചിന്തിക്കുന്ന നടുവിൽ തല ഉയർത്തി ജയത്തോടെ നീയും നടക്കും. അങ്ങനെ പത്രോസിൻ്റെ ജീവിതത്തിൽ ഉള്ളതായ അത്ഭുതം കണ്ടപ്പോൾ പത്രോസ് നടന്നു. യേശു നടന്നത് മാത്രമല്ല, യേശു പത്രോസിനെ നടത്തുന്നതും ഈ 11 ശിഷ്യന്മാർ കണ്ടു. യേശുവിൻ്റെ അത്ഭുതത്തെ ജനത്തിന് കാണണമെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ മതി, ഈ ബൈബിൾ വായിച്ചാൽ മതി. യേശുവിൻ്റെ അത്ഭുതം കാണണമെങ്കിൽ ഈ ബൈബിൾ വായിച്ചാൽ മതി. പക്ഷെ നിൻ്റെ വീട്ടിൽ നടക്കുന്ന കാണുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാണുമ്പോൾ, യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കി അവർ യേശുവിനെ നമസ്കരിപ്പാൻ കാരണമാകും. നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് യേശുവിനെ നമസ്കരിച്ചു, അല്ലാതെ പത്രോസിനെ കൂടെ ചേർന്ന് നമസ്കരിച്ചു എന്നല്ല തിരുവചനം പറയുന്നത്. സ്തോത്രം, യേശുവിനെ നമസ്കരിച്ചു. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവാ.
പത്രോസ് വെള്ളത്തിൽ നടന്ന പോലെ ചിലത് നടക്കും, കരയിൽ എന്ന പോലെ അവൻ നടന്നതുപോലെ ചിലത് നടക്കും. നടക്കത്തില്ലെന്ന് പറയുന്നത് നടക്കും. സൂപ്പർ നാച്ചുറലി സംഭവിക്കത്തില്ലെന്ന് പറയുന്നത് സംഭവിക്കും. രണ്ട് കരങ്ങളെ കണ്ണിൽ വെച്ചിട്ട് പറഞ്ഞാട്ടെ, ഈ കണ്ണാലെ ഞാൻ കാണും. പറഞ്ഞാട്ടെ, ഈ കണ്ണാലെ അത്ഭുതം നടക്കുന്നത് നീ കാണും. 11 ശിഷ്യന്മാർ, സ്തോത്രം, യാക്കോബ്, യോഹന്നാൻ, ബർത്തലമായി, അന്ത്രയോസ്, അവർ കണ്ടു. ആദ്യം ഒരാൾ നടക്കുന്ന കണ്ടു, പിന്നെ 2 പേരെ നടക്കുന്ന കണ്ടു. ഒരാൾ അങ്ങോട്ട് നടക്കുന്ന കണ്ടു, പിന്നെ 2 പേർ ഇങ്ങോട്ട് നടക്കുന്ന കണ്ടു. എന്നിട്ട് സ്തോത്രം, യേശുവിനെ അവർ നമസ്കരിച്ചു. നിന്റെ ഭവനത്തിൽ വിശ്വാസിയെ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിൽ വന്നവരെ, വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്നവരെ, നിന്നെ മറ്റുള്ളവർ പരിഹസിക്കുന്നുണ്ടായിരിക്കും. എടുത്ത് ചാടി, പെന്തിക്കോസിൽ എടുത്ത് ചാടി, ഇപ്പം തന്നെ കുടിച്ച് ചാകും. ചെറുക്കനെ പെണ്ണ് കിട്ടാൻ നേരാകുമ്പോൾ തിരിച്ചു വരും, പെണ്ണിനെ ചെറുക്കനെ കിട്ടാൻ നേരാകുമ്പോൾ തിരിച്ചു വരും എന്ന് അവർ അവരുടെ പാരമ്പര്യ പടകിൽ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ സൂപ്പർ നാച്ചുറലി നിങ്ങളുടെ മേലും നിങ്ങളുടെ സന്താനങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുന്നത് കാണുമ്പോൾ, ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുന്നത് കാണുമ്പോൾ, സ്തോത്രം, അവരും നിന്നോട് ചേർന്ന് ദൈവത്തെ നമസ്കരിപ്പാനിടയാകും. നിൻ്റെ സ്തോത്രം ജീവിതത്തിൽ, നിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രകൃത്യാതീതമായ കാര്യങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ നീ ഒറ്റയ്ക്കല്ലേ ആരാധിക്കുന്നത്? ആ അളിയന് വേണ്ടി, ആ നാത്തൂന് വേണ്ടി, ആ ബന്ധുക്കൾക്ക് വേണ്ടി, ആ കസിൻസിന് വേണ്ടി ഒക്കെ പാവരിച്ചിട്ട് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന്, നിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരു കൂട്ടാരാധനാ ശബ്ദം ഇന്ന് രാത്രി വിശ്വാസത്താൽ കേട്ട ദൈവത്തെ ആരാധിച്ചാട്ടെ. നിൻ്റെ ബന്ധുക്കളിൽ സ്തോത്രം ഒറ്റ എണ്ണം പോലും ഈ കോവിഡ് കാലത്ത് ശവപ്പെട്ടിയിലല്ല കയറുന്നത്, ചർച്ചിനകത്ത് കയറാൻ പോകുന്നു. സ്നാനപ്പെട്ട് അവർ ദൈവകൃപയിൽ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. അവരെങ്ങനെയാണ് വരുവാൻ വേണ്ടി പോകുന്നത്? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിച്ചിട്ടല്ല, നിൻ്റെ വീട്ടിൽ നടക്കുന്ന അത്ഭുതം കണ്ട് സ്തോത്രം അവർ കർത്താവിനെ ആരാധിപ്പാൻ വേണ്ടി പോകുന്നു. അതെ, സ്തോത്രം, നിന്നിൽ നടക്കുന്ന അത്ഭുതം കണ്ട് മറ്റു ചിലർ കൂടെ ദൈവത്തെ ആരാധിക്കും. വേറൊരു അത്ഭുതം കാണുന്നു. ക്രിറ്റിസിസത്തിൻ്റെ നടുവിൽ, എന്തുവാ ക്രിറ്റിസിസം? വിമർശനത്തിൻ്റെ നടുവിൽ, താങ്ക് യു, വിമർശനത്തിൻ്റെ നടുവിൽ സ്തോത്രം വെളിപ്പെടുന്നതായ ആരാധന. ചിലർ ഈ വിമർശനം വന്നപ്പോൾ ആരാധനയെല്ലാം ചുരുട്ടി കെട്ടി. വിമർശനം വന്നപ്പോൾ പിന്നെ വെബ് സ്ട്രീം കാണുന്നതൊക്കെ നിർത്തി. ചിലർക്ക് വിമർശനം ഭയങ്കര പേടിയാണ്. ചിലർ ഈ വെള്ളയൊക്കെ ഇട്ട് ഇങ്ങനെ പാപം നനഞ്ഞ കോഴി പോലെ ഇങ്ങനെ നടക്കുന്ന വിമർശനത്തെ പേടിയാണ്. പക്ഷെ എന്നെ പോലെയുള്ളവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വിമർശനം കിട്ടിയില്ലെങ്കിൽ അയ്യോ പ്രാവ് പോയോ, ഒരു ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേട്ടില്ലെങ്കിൽ അയ്യോ അഭിഷേകം പോയോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ വെല്ലുവിളിയുടെ ശബ്ദം കേൾക്കുന്നതിൽ അനർത്ഥം നിന്റെ റൂട്ട് കറക്റ്റാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ വിട്ട് പോയിട്ടില്ല. സ്വർഗത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ നരകത്തിൻ്റെ വെല്ലുവിളിയുടെ ശബ്ദം നിങ്ങൾക്കെതിരെ ഉയരും. ഒരിക്കൽ കൂടെ, സ്വർഗത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ നരകത്തിൻ്റെ വിമർശന ശബ്ദമുണ്ടായിരിക്കും. നിങ്ങളെ തകർക്കുന്ന, നിങ്ങളെ വെല്ലുവിളിക്കുന്ന വിമർശന ശബ്ദം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 38-ാം വാക്യം, കർത്താവ് യേശു ക്രിസ്തു ഒരു പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കി. ഞാൻ ഇന്നലെയും പറഞ്ഞു പിറവിയിലെ കുരുടനെ കുറിച്ച്. യോഹന്നാൻ സുവിശേഷത്തിലെ 7 അത്ഭുതങ്ങളിൽ 6-ാമത്തെ അത്ഭുതമാണ് പിറവിയിലെ കുരുടനെ കർത്താവ് സൗഖ്യമാക്കിയത്. ചില കുരുടന്മാരെ കർത്താവ് പറഞ്ഞ് സൗഖ്യമാക്കി. സ്തോത്രം, നിങ്ങൾക്ക് വിശ്വസിക്കുന്നത് പോലെ തന്നെ ഭവിക്കട്ടെ, വിശ്വസിക്കുന്ന പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ വാക്കിൽ കുരുടന്മാരുടെ കണ്ണുകളെ കർത്താവ് തുറന്നു. വേറൊരു കുരുടനെ കർത്താവ് തുപ്പി സൗഖ്യമാക്കി. വേറൊരു കുരുടനെ കർത്താവ് ഊരിന് പുറത്ത് കൊണ്ടുപോയി അവനെ രണ്ടാമതൊരിക്കൽ കൂടെ കൈവച്ച ബെത്സയിദയിലെ കുരുടനെ സൗഖ്യമാക്കി. ബർത്തിമായ വേറൊരു തരത്തിൽ സൗഖ്യമാക്കി. ഇറ്റ്സ് ദ ഗാഡ് ഓഫ് വെറൈറ്റീസ്. എന്നും വാനില ഐസ്ക്രീം തന്നെ കഴിച്ചിട്ടിരുന്ന ബോറടിക്കും. പക്ഷേ അവൻ വെറൈറ്റി, ഈസ് എ ഗാഡ് ഓഫ് വെറൈറ്റി. കുഞ്ഞുങ്ങളുടെ വായിൽ വെള്ളം മുറുന്നെങ്കിൽ സ്തോത്രം, മാതാപിതാക്കൾ ലോക്ക്ഡൗണിന് ശേഷം മേടിച്ച് കൊടുത്താട്ടെ. ചിലപ്പോൾ അത് എന്തുവാ സ്തോത്രം ബട്ടർ സ്കോച്ച് ആയിരിക്കാം, ചിലപ്പോൾ പിസ്ത ആയിരിക്കാം, ചിലപ്പോൾ സ്ട്രോബെറി ആയിരിക്കാം, ചിലപ്പോൾ വാനില ആയിരിക്കാം. എന്നതുപോലെ ഓരോ കുരുടന്മാരെ കർത്താവ് ഓരോ തരത്തിലാണ് സൗഖ്യമാക്കുന്നത്. ഓരോ വെബ് സ്ട്രീം ഓരോ ദിവസം ഓരോ വിധത്തിലാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത്. അവരൊരിക്കലും ആവർത്തന വിരസത നൽകുന്നവനല്ല. ഇവിടെ ഇതാ ഒരു കുരുടനെ കർത്താവ് സ്തോത്രം സൗഖ്യമാക്കിയത് ഒരു ക്രിയേറ്റീവ് മിറക്കിളായി ചെയ്താണ്. നിലത്ത് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ സ്തോത്രം അതെ പൂശി ശിലോഹാം എന്ന കുളത്തിൽ പോയി ആ മണ്ണിനെ കഴുകിക്കളയാൻ പറഞ്ഞു. കണ്ണിനെ കഴുകിക്കളയാൻ പറഞ്ഞില്ല, മണ്ണിനെ കഴുകിക്കളയാൻ വേണ്ടി പറഞ്ഞു. ശിലോഹാം എന്ന പദത്തിനർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ഇന്ന് നിങ്ങൾ യെരൂശലേമിൽ പോകുമ്പോൾ ദാവീദ് പട്ടണത്തിന് താഴെ
ശിലോഹാം എന്ന കുളം ഇന്നും നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ദേവാലയത്തിൽ നിന്ന് ഒഴുകി വരുന്നതായ ഒരു ദേവാലയത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന്, ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നല്ല, ദേവാലയത്തിനുള്ളിൽ നിന്ന് ഇനി കർത്താവിൻ്റെ വരവിന് ശേഷം മാത്രമേ ഒഴുകത്തുള്ളൂ. എന്നാൽ ഇപ്പോൾ ദേവാലയത്തിൻ്റെ സൈഡിലൂടെ പാർശ്വത്തിൽ നിന്ന് ഹിസ്കിയ രാജാവിൻ്റെ കാലത്തെ ഉണ്ടാക്കിയതായ ഒരു ചാനലാണത്. അത് ചെന്ന് അവസാനിക്കുന്നത് ശിലോഹാം എന്ന കുളത്തിലാണ്. ആ കുളത്തിൽ പോയി അവനിതാ കാണിക്കുക. അവൻ്റെ കണ്ണു തുറന്നു. ഭയങ്കര പ്രശ്നമായി. കാരണം ആ അത്ഭുതം യേശു ചെയ്തത് ദേവാലയത്തിൽ വെച്ചാണ്. ദേവാലയത്തിന് പുറത്തോ മൈതാനത്തിലോ വേറെ എവിടെയെങ്കിലും വെച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ദേവാലയത്തിൽ വെച്ച് പറഞ്ഞത് സ്തോത്രം, ദേവാലയത്തിൽ വെച്ച് ചെയ്തതായ അത്ഭുതം അത് വലിയ കോലാഹലമുണ്ടായി. എല്ലാവരും സ്തോത്രം യേശുവിനെ മാത്രമല്ല വിമർശിക്കാൻ വേണ്ടി തുടങ്ങിയത്, യേശു കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച കുരുടനെയും അവരെ മാതാപിതാക്കളെ ഒക്കെ ചേർന്നങ്ങ് വിമർശിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും, സ്നാനപ്പെട്ടവനെ മാത്രമല്ല വിമർശനം, സ്നാനപ്പെടുത്തിയവനെയും അവൻ പോകുന്ന സഭയെയും ഒക്കെ ചേർന്ന് അങ്ങ് വിമർശിച്ചതുപോലെയുള്ള ഒരു വിമർശനം. അങ്ങനെ വിമർശനം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അല്പപ്രാണികളാണെങ്കിൽ വിമർശനം വരുമ്പോഴേക്കും അവിടെ ആത്മീയമെല്ലാം സ്തോത്രം അതെ ആത്മീയമെല്ലാം നിർത്തിയിട്ട് പഴയ പാരമ്പര്യത്തിൽ പോയി, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സ്തോത്രമായിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, വിമർശനം കേട്ട് ഭയപ്പെട്ട ആരുടെയും ആത്മീയം നന്നാകത്തില്ല. വിമർശനം സ്തോത്രം വിമർശനം കേട്ട് ഭയപ്പെട്ട ആരുടെയും ആത്മീയത്തിൽ അവർക്ക് വളർച്ചയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ, ഞങ്ങളൊക്കെ ഇങ്ങനെ അഭിഷേകം പ്രാപിച്ച് ഇങ്ങനെ ശുശ്രൂഷയിലൊക്കെ ഇങ്ങനെ ആരംഭത്തിൽ ഇങ്ങനെ വന്നപ്പോൾ ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ഒരു സ്ഥലത്തേക്ക് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുക. അദ്ദേഹം പറഞ്ഞു, പോകുന്ന വഴിയിൽ എൻ്റെ വീട്ടിൽ കയറി ചായ കുടിച്ചിട്ട് പോകാം. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. അദ്ദേഹം ഞങ്ങളെക്കാൾ ഒത്തിരി സീനിയറാണ്. ചായ കുടിക്കാൻ വേണ്ടി ആ വീട്ടിൽ പോയി. പക്ഷെ ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദർ സുരേഷ് ബാബു നീ വളരെ സ്ലോയിലേ പ്രാർത്ഥിക്കുക, വളരെ ശബ്ദം താഴ്ത്തിയേ പ്രാർത്ഥിക്കുക, ഒരു കാരണവശാലും അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കല്ല. ഞാൻ ചോദിച്ചു, ഗ്ലാസ്റ്റിനെ അയ്യോ അറിയാതെ പേര് പറഞ്ഞു, സ്തോത്രം അതെ ആരും കേട്ടില്ലല്ലോ, സ്തോത്രം. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞു? അത് എൻ്റെ ഭാര്യയ്ക്ക് അന്യഭാഷ ഒട്ടും ഇഷ്ടമല്ല, പേടിയാണ്, വിമർശനത്തെ പേടിയാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് പരിശുദ്ധാത്മാഭിഷേകത്തെ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് നേരത്തെ പേര് പറഞ്ഞ ആ സഹോദരനും എൻ്റെ മാതാപിതാവും എൻ്റെ ഭാര്യയും ഇപ്പോഴും ആ പാരമ്പര്യത്തിൽ തന്നെ ഇരിക്കുന്നു. സ്തോത്രം, ഒരു വ്യത്യാസം വന്നിട്ടില്ല. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആരെയും ആമേൻ പറഞ്ഞെങ്കിൽ വിമർശനത്തിൽ വാടിപ്പോകല്ല. അതുകൊണ്ട് ഒഴുക്കിന് അനുസരിച്ച് നീന്തുന്നതല്ല ആത്മീയ ജീവിതം, ഒഴുക്കിനെ എതിർത്ത് നീന്തുന്നതാണ് ആത്മീയ ജീവിതം. അവർ ദൈവകൃപയിൽ വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവരും നിന്നോട് ചേരണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ നീ നിൽക്കേണ്ട ക്രമത്തിൽ നീ നിന്നാട്ടെ. വിമർശനത്തെയും ദാസ്യത്വം ഉയരുന്ന ആരവാരങ്ങളെയും തീച്ചൂളയൊക്കെ പേടിച്ച് ശത്രുക മേശക അഭേദനകോപം ഇരുന്നിരുന്നെങ്കിൽ ബാബേൽ സംസ്ഥാനം മുഴുവൻ നശിക്കാൻ അവരാരും വിശ്വാസികളാകത്തില്ലായിരുന്നു. പക്ഷേ തിരുവചനം പറയുന്നു, അവരെ സ്തോത്രം തുറച്ചു നോക്കിയ ഒത്തിരി പേർ അതിശയിച്ചു. നെബൂഖദ്നേസർ രാജാവ് പോലും പിന്നത്തേതിൽ വിശ്വാസിയായി തീർന്നു. നിങ്ങൾ കേട്ടോ, തീച്ചുളം ഉണ്ടാക്കിയ, വിഗ്രഹം ഉണ്ടാക്കിയ, വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ച നെബൂഖദ്നേസർ രാജാവ് പോലും പിന്നത്തേതിൽ വിശ്വാസിയായി തീർന്നത് സ്തോത്രം ശദ്രക മേശക അഭേദനകോപം നിൽക്കേണ്ട ക്രമത്തിൽ നിന്നതുകൊണ്ടാണ്. നിൽക്കേണ്ട ക്രമത്തിൽ നിന്ന്, ആരാധിക്കേണ്ട ക്രമത്തിൽ ആരാധിച്ച്, കൈയടിക്കേണ്ട ക്രമത്തിൽ കൈയടിച്ച് ഒക്കെ ആണെങ്കിൽ സ്തോത്രം അവരെയും കൂടെ നീ നേടും. അല്ലാതെ അവരെ പ്രാർത്ഥിക്കുവാനും ഇന്ന് നമുക്ക് അന്യഭാഷ പറയേണ്ട കേട്ടോ. ഇന്ന് നമുക്ക് കൈയടിച്ചുള്ള പ്രാർത്ഥന വേണ്ട. കർത്തന്നെ കർത്തന്നെ നോ, അതല്ല. യേശുവിൻ്റെ നാമത്തിൽ അവരും നിന്നെപ്പോലെ കൈയടിക്കണമെങ്കിൽ, അവരും നിന്നെപ്പോലെ സത്യത്തിനും ആത്മാവിനും ആരാധിക്കണമെങ്കിൽ വിമർശനത്തിൻ്റെ നടുവിലും നിൻ്റെ ആരാധന കുറയല്ല, പകരം ദൈവകൃപയാൽ വർദ്ധിക്കട്ടെ. വിമർശനത്തിൻ്റെ നടുവിലും നീ മങ്ങിക്കത്തുന്നവനായിരിക്കല്ലേ, പകരം ദൈവത്തിൻ്റെ കൃപയാൽ ആളിക്കത്തുന്നവനായിരിക്കട്ടെ. അർഹതയുള്ള ആരാധന കർത്താവിന് കൊടുപ്പാൻ വേണ്ടിയാണ് സ്തോത്രം 3 പൊന്ന് കുന്തിരിക്കം വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിച്ചത്. ഏകാന്തതയിൽ ആരാധന വെളിപ്പെടണമെന്നുള്ളത് കൊണ്ടാണ് കുഷ്ഠരോഗി വന്ന് കർത്താവിനെ ആരാധിച്ചത്. ഹല്ലേലൂയ. ഒരത്ഭുതം പ്രതീക്ഷിച്ചത് കൊണ്ടാണ് സ്തോത്രം യായിറോസ് കർത്താവിനെ ആരാധിച്ചത്. സ്തോത്രം. വീണ്ടും ഹല്ലേലൂയ. ഒരത്ഭുതം അത് മറ്റുള്ളവരിൽ കണ്ടതുകൊണ്ടാണ് ആര് സ്തോത്രം ശിഷ്യന്മാർ കർത്താവിനെ ആരാധിച്ചത്. വിമർശനത്തിൻ്റെ നടുവിലും ബ്ലൈൻഡ് മാൻ സ്തോത്രം ആ കുഷ്ഠരോഗി ആയിരുന്നവൻ, ബ്ലൈൻഡ് മാൻ അല്ല, ഹി വാസ് എ ബ്ലൈൻഡ് മാൻ, ആ കുഷ്ഠരോഗി ആയിരുന്നവൻ ദൈവത്തെ ആരാധിച്ചത്. വീണ്ടും ഞാൻ പറയട്ടെ, കനാന്യ സ്ത്രീ കർത്താവിനെ ആരാധിക്കുകയാണ്. കനാന്യ സ്ത്രീ കർത്താവിനെ ആരാധിക്കണം. സുവിശേഷം 15:25 കനാന്യ സ്ത്രീ കർത്താവിനെ ആരാധിക്കുകയാണ്. പോയിന്റ് ഇതാണ്, കനാന്യ സ്ത്രീ കർത്താവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ, നീ കർത്താവിനെ ആരാധിക്കുമ്പോൾ
ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വിടുതൽ നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. നിൻ്റെ ഭവനത്തിലുള്ള മറ്റു പലരെയും അത് സ്വാധീനിക്കും. നിന്നിൽ മാത്രം ഈ സ്തോത്രം അത്ഭുതം ഒതുങ്ങത്തില്ല, അത് മറ്റുള്ളവരിലേക്കും സ്വാധീനിക്കും. അതായത് സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ കൊണ്ട് കഴിക്കുന്നു, ദീർഘനേരം ദീർഘദൂരം സ്തോത്രം അവളിതാ നിലവിളിച്ച് യേശുവിൻ്റെ പിന്നാലെ കടന്നു വരികയാണ്. കർത്താവ് മൈൻഡ് ചെയ്തില്ല. ദീർഘദൂരം അവളിതാ നിലവിളിച്ച് സ്തോത്രം യേശുവിൻ്റെ പിന്നാലെ വരികയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം അതെ പ്രശംസാ വിഷയം എന്ന് പറയുന്ന ഒരു ദൂതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. 7 കാര്യങ്ങൾ ആ പോർഷനിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ അമ്മച്ചിയെ കർത്താവ് പ്രശംസാ വിഷയമാക്കിയതിൻ്റെ 7 കാര്യം. സ്തോത്രം അതെ ദീർഘനേരം ദീർഘദൂരം അവൾ നിലവിളിച്ച് വന്നിട്ടും കർത്താവ് മൈൻഡ് ചെയ്തില്ല. യേശുവിനറിയാം അവളുടെ മകൾ രോഗിയാണ്, കർത്താവ് മൈൻഡ് ചെയ്തില്ല. ചുമ്മാ പ്രാർത്ഥിച്ചാൽ യേശു മൈൻഡ് ചെയ്തിട്ടില്ല. സ്തോത്രം നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാലും കർത്താവ് മൈൻഡ് ചെയ്തില്ല. പക്ഷേ കർത്താവ് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയത് എപ്പോഴാണ്? കർത്താവ് എപ്പോഴാണ് റെസ്പോണ്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അവൾ വന്ന് യേശുവിനെ നമസ്കരിച്ചു. കർത്താവ് പ്രതികരിച്ചു തുടങ്ങിയത്, നിന്നോട് കർത്താവ് പ്രതികരിക്കണമെങ്കിൽ, നിന്റെ വിഷയത്തോടെ കർത്താവ് പ്രതികരിക്കണമെങ്കിൽ എന്തുകൊണ്ടാകണം? കർത്താവിൻ്റെ പ്രതികരണം നീ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നീ ദൈവത്തെ ആരാധിക്കണം. അവൾ വന്ന് യേശുവിനെ നമസ്കരിച്ചു. 25-ാം വാക്യം, എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. യേശുവിനെ നമസ്കരിച്ചപ്പോഴാണ് യേശു കർത്താവ് അവൾക്ക് വേണ്ടി പ്രതികരിച്ചു തുടങ്ങിയത്. ഈ ദിവസം കർത്താവിനെ നമസ്കരിച്ചു നോക്കിയാട്ടെ, യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുക. ഹല്ലേലൂയ. യേശു കർത്താവിനെ നമസ്കരിച്ചാട്ടെ, അവൻ നിങ്ങളോട് പ്രതികരിക്കും. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, കർത്താവ് നിങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടി പോവുകയാണ്. യെസ്, ഹി ഈസ് ഗോയിങ് ടു റെസ്പോണ്ട് ഫോർ യുവർ സബ്ജക്റ്റ്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കാര്യാദികൾക്ക് വേണ്ടി, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ ദിവസങ്ങൾ പ്രതികരിക്കുകയാണ്. സർവശക്തൻ നിങ്ങളോട് പ്രതികരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തെ സ്വാധീനിക്കാനുള്ള ഒരേ ഒരു ഉപാധി സ്തോത്രം ആരാധനയാണ്. നിങ്ങൾ കേട്ടില്ല? ഒരിക്കൽ കൂടെ, ദൈവത്തെ നിങ്ങളുടെ വരുതിയിലേക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആരാധനയാണ്. നമ്മുടെ വീട്ടിൽ ചില കുട്ടികളുണ്ട്, അത് സാധാ കുട്ടികളല്ല, തന്ത്രശാലികളായ കുട്ടികൾ. തന്ത്രശാലികളായ ചില അമ്മമാരും ഉണ്ട്. അപ്പൻ ശമ്പള ഡേറ്റ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏറ്റവും നല്ല കപ്പിലല്ല, ചിലപ്പോൾ എന്തോ പറയണ്ടേ, ഏറ്റവും വലിയ പാത്രത്തിൽ ബൂസ്റ്റ് നിറയെ കലക്കി അദ്ദേഹത്തിന് കൊടുക്കുന്നെങ്കിൽ ഉടനെ പുള്ളി മനസ്സിലാക്കണം, എന്താണ് ഇത്? പേഴ്സ് കാലിയാക്കാനുള്ള എന്തോ പരിപാടിയാണ്. ഇതുപോലെ കൊച്ചും അടുത്ത് വന്നിട്ട്, മുള്ളിൻ്റെ മുട്ടിൽ മുള്ളല്ലേ മുളയ്ക്കത്തുള്ളൂ. കുഞ്ഞും അടുത്ത് വന്നിട്ട്, പാപ്പ എന്നാ ഉണ്ട് വിശേഷം? പാപ്പ പോയ വഴിക്ക് എങ്ങനെയുണ്ടായിരുന്നു? മഴ പെയ്തോ? കാറ്റ് വീശിയോ? കോവിഡിനെ കണ്ടോ? കൊറോണ പോയോ? എന്നൊക്കെ ചോദിച്ചിങ്ങനെ പൂശുമ്പോഴേ സ്തോത്രം അപ്പം മനസ്സിലാക്കണം, എന്തോ കാര്യം നേടാൻ വേണ്ടിയാണ്. ഞാൻ പറയുന്നത് ദൈവത്തെ പൂശാൻ പറ്റുമെന്നോ ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നോ എന്നല്ല. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയം അതാണ്. ആരാധിക്കുന്നവൻ ആരാണോ അവങ്കിലേക്ക് ചാഞ്ഞു വരുന്നതാണ് ദൈവത്തിൻ്റെ ഹൃദയം. മറന്നുപോകല്ല, ആരാധിക്കുന്നവൻ്റെ പക്ഷത്തിൽ ഇറങ്ങി നിൽക്കുന്നവനാണ് കർത്താവ്. കർത്താവിന് എന്തെങ്കിലും ഒരു ബലഹീനതയുണ്ടെങ്കിൽ അത് ആരാധനയാണ്. സ്തോത്രം. ആനയെ തളയ്ക്കണമെങ്കിൽ, ആനയെ തകർക്കണമെങ്കിൽ മസ്തകത്തിൽ വെടിവെക്കണമെന്ന് ആരാണ്ട് പറഞ്ഞു. മസ്തകത്തിൽ നെറ്റിമേൽ വെടിവെച്ചാലാണ് ആന തകർന്നു വീഴുന്നത്. ഇതുപോലെ സർവശക്തനായ ദൈവത്തെ നിന്റെ അടുക്കൽ സ്തോത്രം അതെ ഇറക്കി നിർത്തുക. ഞാൻ ഒറ്റയ്ക്കല്ല പിശാചേ, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല പ്രശ്നങ്ങളെ, കർത്താവ് എന്നോട് കൂടെയുണ്ട് എന്ന് ലോകവും നരകവും കണ്ട് വിറയ്ക്കുവാൻ ഗുണം ദൈവത്തെ നിന്റെ പക്ഷത്തിൽ ഇറക്കി നിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ആരാധിക്കുമ്പോഴാണ്. അവൾ വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിച്ചപ്പോൾ, യേശു കർത്താവ് പോയതായ ആ ഭവനത്തിൽ വന്ന് അവൾ ദൈവത്തെ ആരാധിച്ചപ്പോൾ, യേശുവിനെ ആരാധിച്ചപ്പോൾ കർത്താവളോട് ചോദിച്ചു. ഉടനെ യേശു പറയുകയാണ്, മക്കൾക്കുള്ളതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കല്ല്. ഉടനെ അവൾ തിരിച്ചു പറയുന്നത് ക്രോസിൻ്റെ റെവലേഷനാണ് അവൾ പറയുന്നത്. ക്രൂശിൻ്റെ സ്തോത്രം വെളിപ്പാടാണ് അവൾ പറയുന്നത്. സ്തോത്രം അതേ നുറുങ്ങുന്ന അപ്പത്തിൻ്റെ നുറുക്കെനിക്ക് മതി. യേശു കർത്താവ് നുറുങ്ങാനാണ് വന്നിരിക്കുന്നത്. ജീവ അപ്പമാകുന്ന യേശു ഈ ലോകത്ത് നുറുങ്ങാനാണ് വന്നിരിക്കുന്നത്. ജാതിയിൽ നിന്ന് വരുന്ന അവൾ പറയുന്നു, എനിക്ക് ആ ചെറിയ നുറുക്ക് മതി. മക്കൾക്കുള്ള അപ്പമാണ് രോഗശാന്തി, മക്കൾക്കുള്ള അപ്പമാണ് വിടുതൽ. നിങ്ങളുടെ മക്കൾ ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ, ദൈവമക്കളാകുന്ന നിങ്ങൾ രോഗികളായിരിക്കുന്നെങ്കിൽ ടേബിൾ റെഡി ആയിരിക്കുന്നു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല?
ഹല്ലേലൂയ. ടേബിൾ റെഡി ആയിരിക്കുന്നു. മേശ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ആ മേശയിൽ എന്തുകൊണ്ട്? രോഗശാന്തി എന്ന അപ്പമുണ്ട്. വിശ്വാസത്തിലെടുത്ത് ഭക്ഷിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തുമ്മപ്പനിയാകട്ടെ, ചെസ്റ്റ് ഇൻഫെക്ഷൻ ആകട്ടെ, ശ്വാസമുണ്ടാകട്ടെ, ഏത് ചെറുതും വലുതുമായിട്ടുള്ള രോഗിയാണെങ്കിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ആ ടേബിൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിശ്വാസത്താൽ മക്കൾക്കുള്ള അപ്പമാകുന്ന ആ സ്തോത്രം അപ്പം എടുത്ത് അതേ ഭക്ഷിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി സൗഖ്യമാക്കട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഹല്ലേലൂയ, മകളുടെ വിടുതൽ പ്രതീക്ഷിച്ചതായ ആ മാതാവ് അതേ സ്തോത്രം കർത്താവിനെ ആരാധിച്ചപ്പോൾ ആരാധനയുടെ റിസൾട്ട് അവൾക്ക് മാത്രമല്ല മകൾക്ക് വിടുതലായതുപോലെ ആരാധിക്കുന്ന മാതാവേ, നിൻ്റെ മകന് വിടുതലുണ്ട്. ആരാധിക്കുന്ന അമ്മച്ചിയെ, നിൻ്റെ മകൾക്ക് വിടുതലുണ്ട്. ആ വീട്ടിൽ ആരാധിക്കുന്ന ഒരാളുണ്ടായിരുന്നാൽ മതി, സകലരും വിടുവിക്കപ്പെടും. ആ വീട്ടിൽ ആരാധിക്കുന്ന ഒരാളുണ്ടായിരുന്നാൽ മതി, സകലർക്കും ദൈവത്തിന് കൃപയാൽ വിടുതലുണ്ട്. വീണ്ടും ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചതായ സ്തോത്രം മറ്റൊരു ബ്യൂട്ടിഫുള്ളായ ഒരു മാതാവിനെ നോക്കിയാട്ടെ. സെബദി മക്കളുടെ അമ്മ വന്ന് യേശുവിനെ ആരാധിക്കുകയാണ്. മത്തായി സുവിശേഷം 20-ാം അധ്യായം 20-21 വാക്യങ്ങൾ. സെബദി മക്കൾ, സൺസ് ഓഫ് തണ്ടർ, ഇടിമക്കൾ എന്നൊക്കെയാണ് സ്തോത്രം എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സൺസ് ഓഫ് തണ്ടർ, ഇടിമക്കൾ എന്നെഴുതിയിരിക്കുന്നതെന്ന് പിന്നെ പറഞ്ഞുതരാം. അത് മറ്റൊരു പ്രസംഗമാണ്. എന്നാൽ സെബദി മക്കളുടെ അമ്മ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. നോക്കിയേ, മത്തായി സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം. അന്ന് സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. ഇത് നെഗറ്റീവായി ഞാൻ എവിടെയൊക്കെ പ്രസംഗിച്ചുകൊണ്ടുണ്ട്, എനിക്കറിയത്തില്ല ഈ പ്ലാറ്റ്ഫോമിലാണോ ഒന്ന്. സ്തോത്രം, സെബദി മക്കളുടെ അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്കൽ വന്ന്. മറ്റ് ശിഷ്യന്മാർ കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ മറ്റ് ശിഷ്യന്മാർ ഇല്ലാതെ യേശു കർത്താവ് ഒറ്റയ്ക്കുള്ളപ്പോഴായിരിക്കാം ഈ അമ്മച്ചി തന്ത്രത്തിൽ വന്നത്. ആരും ഇല്ലാത്തപ്പോൾ വന്ന് പറഞ്ഞാലേ ബ്രദർ കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് തന്ത്രം കളിച്ച് വരുന്ന ചില അമ്മാമ്മമാരെ എനിക്കറിയാം. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആരെയും കൂടെ വരാതെ ദൈവം സൂക്ഷിക്കട്ടെ. സ്തോത്രം. ഇതുപോലെ മറ്റ് ശിഷ്യന്മാരാരും ഇല്ലാത്ത സമയത്ത് ഈ അമ്മ കടന്നു വന്നതാകാനാ ചിലപ്പോൾ സാധ്യതയുള്ളത്. സ്തോത്രം. അതെ, ചിലപ്പോൾ മറ്റ് ശിഷ്യന്മാരുണ്ടെങ്കിൽ അവർ കേട്ട് ഒഫൻഡഡ് ആവൂ, അവർ ചിലപ്പോൾ ദേഷിക്കുമെന്ന് അറിയത്തില്ല. അവൾ വന്നിട്ട് പറഞ്ഞതായ കാര്യം ഇതാണ്. മറ്റ് സെബദി മക്കളുടെ അമ്മ വന്ന് നമസ്കരിച്ച് 20-ാം വാക്യം തന്നെ, 20-ാം വാക്യം വേഴ്സ് 20. സ്തോത്രം, പുത്രന്മാരുമായി അവൻ്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് യേശുവിനോട് ഒരു അപേക്ഷ കഴിച്ചു. ആ അപേക്ഷ ഇതായിരുന്നു, 21-ാം വാക്യം. അപേക്ഷ ഇതായിരുന്നു, നിനക്കെന്ത് വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു. അപ്പോൾ ചിലരുടെ നമസ്കാരം കാണുമ്പോഴേ യേശുവിനെ അറിയാം ഇത് കാലം വരാൻ വേണ്ടിയാണ്, എന്തോ ആ കാര്യത്തിന് വേണ്ടിയാണ്. ചിലർ ആരാധന കാണുമ്പോഴേ അറിയാം ഇത് എന്തോ കിട്ടാൻ വേണ്ടിയുള്ള ആരാധനയാണ്, ഇത് കൊടുക്കാനുള്ളതല്ല ആരാധന. എന്നാൽ ആരാധനയുടെ ഡെഫിനിഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, എടുക്കുന്നതല്ല ആരാധന, പിന്നെ എന്താണ്? കൊടുക്കുന്നതാണ് ആരാധന. അടുത്തിരിക്കുന്ന ഒരാളെ നോക്കി പറ, കൊടുക്കാൻ മറക്കല്ല. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ആരാധന എടുക്കുന്നതല്ല, ആരാധന കൊടുക്കുക. പക്ഷെ ചിലർ ആരാധന കാണുമ്പോൾ ഇതെന്തോ കിട്ടാനുള്ള ആരാധനയാണ്. യേശു ചോദിച്ചു, നിനക്ക് എന്ത് വേണം എന്ന് അവളോട് ചോദിച്ചു. അവൾ അവനോട്, നീ എൻ്റെ പുത്രന്മാർ ഇരുവരും നിൻ്റെ രാജ്യത്തിൽ ഒരുത്തൻ വലതും ഒരുത്തൻ ഇടതും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ ആഗ്രഹം ഇതാണ്, ഒരാൾ നിൻ്റെ വലതിരിക്കണം, ഒരാൾ നിൻ്റെ ഇടതിരിക്കണം. ഞാൻ നെഗറ്റീവായിട്ട് ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. സ്തോത്രം. അതെ, സഭയിലാകട്ടെ ഈവൻ ക്വയറിലാകട്ടെ ഞങ്ങളുടെ പിള്ളേര് മാത്രം നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ചില അപ്പനും ഉമ്മയുണ്ട്. ഈ പിള്ളേരെ പ്ലാറ്റ്ഫോമിൽ തള്ളിക്കേട്ടാൻ ഏത് അപ്പനെയും മാറ്റിയെടുക്കുന്ന ചില കക്ഷികളെ എനിക്കറിയാം. പ്ലാറ്റ്ഫോമാണ് ഏറ്റവും പലർക്ക് ഡിമാൻഡുള്ളത്. തിരുവനന്തപുരത്ത് ഏറ്റവും വിലയേറിയതായ സ്ഥലം കിടക്കുന്നത് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന കോമ്പൗണ്ട് അല്ല, സുവിശേഷം പ്രസംഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ആ സുവിശേഷം പ്രസംഗിക്കുന്ന പ്ലാറ്റ്ഫോം കിട്ടാൻ ആരെയും കൊല്ലും, ആരെയും തകർക്കും. അയ്യോ, എന്തോ ആഗ്രഹമെന്ന് അറിയാം. അതൊരിക്കലും ആത്മാവിൻ്റെ ആഗ്രഹമല്ല, അത് ജഡത്തിൻ്റെ ആഗ്രഹമെന്ന് വളരെ കൃത്യമായി ഞാൻ പറയട്ടെ. അത് നെഗറ്റീവ് സൈഡാണ്. പക്ഷേ മറുവശത്ത് അതിൽ ഒളിഞ്ഞു കിടക്കുന്ന നല്ലൊരു ദൂതുണ്ട്. ആ അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ മക്കൾ സ്തോത്രം ഒരുത്തൻ വലതിരിക്കണം, ഒരുത്തൻ ഇടതിരിക്കണം. എൻ്റെ മക്കൾ നല്ല പദവിയിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം. നല്ല ആഗ്രഹം. എല്ലാ അമ്മമാരെയും നോക്കി ഞാൻ പറയുന്നു, അങ്ങനെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങളുടെ മക്കൾ 10ാം ക്ലാസ് 12 പ്രാവശ്യം തോറ്റാലും നിങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നിധി ചോദിക്കേണ്ട, കർത്താവേ എൻ്റെ കുഞ്ഞിനെ നീ മാനിച്ചിരുത്തണമേ. നിൻ്റെ മക്കൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ലെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ മകളെ ഞാൻ സ്വപ്നം കാണാൻ കഴിയാത്ത സ്ഥാനത്ത് നീ ഇരുത്തണമേ.
ജയിലിൽ കിടന്നവനെ പ്രധാനമന്ത്രി കസേരയിൽ അങ്ങേക്കിരുത്താൻ പറ്റിയെങ്കിൽ, കാട്ടിൽ ആടിനെ മേയിച്ച് നടന്നവനെ സിംഹാസനത്തിരുത്താൻ അങ്ങേക്ക് പറ്റിയെങ്കിൽ, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് മാനിച്ച് ഇരുത്തണമേ. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. ദർ ഇസ് നോ ഡൗട്ട്. നമ്മുടെ പിള്ളേർ സെക്കൻഡ് കാറ്റഗറിക്ക് എത്തരുത്. നമ്മുടെ പിള്ളേർ ഏറ്റവും ബെറ്ററായി തന്നെ എത്തണം. എൻ്റെ മുമ്പിൽ അബിയുണ്ട്, സ്തോത്രം. ജോൺ ബോസ്കോ ബ്രദറുണ്ട്, മറ്റ് ചില പ്രിയപ്പെട്ടവർക്കൊക്കെ സ്തോത്രം. അതെ, അവരുടെ വീട്ടിൽ അവരും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പിള്ളേരുണ്ട്. അഖിലുണ്ട്. അഖിലിന് മക്കൾ ജനിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒത്തിരി പിള്ളേർ അഖിലിന് ജനിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ആ സ്ഥാനത്തെല്ലാം പിള്ളേർ എത്തിച്ചേരേണ്ടത് മീഡിയം ക്ലാസ് ആകല്ല, ഏറ്റവും മാന്യമായ സ്ഥാനത്ത് ആയിരിക്കണം. ആരാധിക്കുന്നതായ മാതാവ് പിതാവ് ഇന്ന് രാത്രി കേൾക്കേണ്ട ദൂത്, നിന്റെ മക്കൾ ചാരായത്തിനുള്ളതല്ല, നിന്റെ മക്കൾ മദ്യത്തിനും മദിരാക്ഷിക്കുള്ളതല്ല. ആരാധിക്കുന്ന മാതാപിതാക്കൾ കേൾക്കേണ്ടത്, നിന്റെ മക്കൾ മയക്കുമരുന്നിനുള്ളതല്ല, നിന്റെ മക്കൾ മാന്യമായ സ്ഥാനത്തിരിക്കുന്നത് നീ കാണുവാൻ പോകുന്നു. നിന്റെ മക്കൾ മാന്യമായ സ്ഥാനത്ത്, നിനക്ക് ഇരിപ്പാൻ കഴിയാത്ത സ്ഥാനത്ത്. മാതാപിതാക്കളെ, നിങ്ങൾക്ക് നേടാൻ കഴിയാത്ത ഏതെങ്കിലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിട്ടുപോയ ഏതെങ്കിലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ, ആ സ്വപ്നങ്ങൾ നിൻ്റെ മക്കൾ യാഥാർത്ഥ്യമാക്കുവാൻ പോകുന്നു. അതിനേക്കാൾ ഉപരിയായി ദൈവം അവരെ ഇരുത്തുവാൻ വേണ്ടി പോകുന്നു. എഴുതിയിട്ട് കാണാതെ പഠിക്കുന്നത്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. മാതാപിതാക്കൾക്ക് ഏതെങ്കിലും സ്വപ്നഭംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അയ്യോ എനിക്കത് നേടാൻ പറ്റിയില്ലല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നതെങ്കിൽ, നിങ്ങളുടെ മക്കൾ അത് മാത്രമല്ല അതിനപ്പുറവും ദൈവത്തിൻ്റെ കൃപയാൽ നേടുവാൻ വേണ്ടി പോവുകയാണ്. ഈ അമ്മച്ചി സെബദി മക്കളുടെ അമ്മ, അവൾ കണ്ടോ യേശുവിൻ്റെ വലത് യോഹന്നാൻ ഇരിക്കുന്നതും യേശുവിൻ്റെ ഇടത് യാക്കോബ് ഇരിക്കുന്നതും കണ്ടോ? ശ്രദ്ധിക്കുക, ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അവൾ വന്ന് കർത്താവിനെ നമസ്കരിച്ചു. ഒരു തന്നെ എൻ്റെ വലതിരിക്കണം, വേറൊരുത്തൻ എൻ്റെ ഇടതിരിക്കണം. അപ്പോൾ 12 അപ്പോസ്തലന്മാരിൽ 2 പേരാണ് ഈ ഇടിമക്കൾ അല്ലെങ്കിൽ സെബദി മക്കൾ. ഈ 12 അപ്പോസ്തലന്മാരിൽ ആരാണ് ആദ്യം മരിച്ചത്? 12 അപ്പോസ്തലന്മാരിൽ ആദ്യം മരിച്ചത് പൗലൂസല്ല. പൗലൂസ് ഈ സംഭവം നടക്കും, പൗലൂസ് ചിത്രത്തിലേ ഇല്ല. പൗലൂസ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. പൗലൂസ് രക്ഷിക്കപ്പെടുന്ന അപ്പോസ്തലപ്രവൃത്തി 9-ലാണ്. നോക്കണമേ, ഈ 12 അപ്പോസ്തലന്മാരിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായി തുടങ്ങിയുള്ളതായ 12 അപ്പോസ്തലന്മാരിൽ ആദ്യം കൊല്ലപ്പെടുന്നത് യാക്കോബാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിക്കുന്നു. ആം ഐ റൈറ്റ്? സ്തോത്രം. അതെ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദാവ് വാൾ കൊണ്ട് കൊന്നു. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദാവ് വാൾ കൊണ്ട് കൊന്നു. അപ്പോൾ ആദ്യം മരിക്കുന്നത് ഈ 12 അപ്പോസ്തലന്മാരിൽ ആദ്യം മരിച്ചത് ആരായിരിക്കും? യാക്കോബായിരിക്കും മരിച്ചത്. അപ്പോൾ യേശു കർത്താവ് തൻ്റെ സിംഹാസനത്തിരിക്കുക, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് കർത്താവ് തൻ്റെ സിംഹാസനത്തിരിക്കുക. സ്തോത്രം. അപ്പോൾ യാക്കോബ് കൊല്ലപ്പെട്ടു. ആദ്യം മരിക്കുന്ന അപ്പോസ്തലൻ ആരായി? യാക്കോബായി. ആദ്യം യാക്കോബ് ഇതാ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുക. ഒന്ന് ഞാൻ എൻ്റെ ഭാവനയായിട്ട് പറയുക. യാക്കോബ് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ആദ്യം വന്ന അപ്പോസ്തലൻ കർത്താവിനെ സ്വീകരിച്ചു, തൻ്റെ അടുത്തിരുത്തി. അകന്നല്ല ഇരുന്ന് തൻ്റെ അടുത്തിരുത്തി. അടുത്ത മറ്റൊരു അപ്പോസ്തലൻ കൊല്ലപ്പെട്ടു. അടുത്ത് വന്ന ആളിനെ അപ്പുറത്തിരുത്തി. പിന്നെ വന്ന ആൾ അപ്പുറത്ത്, പിന്നെ വന്ന ആൾ അപ്പുറത്ത്, അങ്ങനെ ഓരോരുത്തരുന്ന്. ആദ്യം വന്ന ആൾ യാക്കോബ് അടുത്ത് തന്നെയുണ്ട്. അവസാനം മരിച്ചതാരാണെന്ന്? അവസാനം മരിച്ചത് 98-ാമത്തെ വയസ്സിലോ മറ്റോ എന്നാണ് ഒരു മാനുസ്ക്രിപ്റ്റിൽ ഞാൻ കണ്ടത്. സ്തോത്രം. അവസാനം മരിച്ചത് യോഹന്നാന്. അപ്പോൾ ആദ്യം മരിച്ച ആൾ യാക്കോബ്. സോ ഇങ്ങനെ റൗണ്ടായിട്ട് യേശുവിൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ ഒരു 13 പേർക്ക് ഇരിക്കത്തക്ക ഒരു ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ഡൈനിങ് ഹാൾ ചിന്തിച്ചാൽ ആദ്യം വന്ന ആൾ അടുത്തിരുത്തി, അവസാനം വന്ന ആളും അടുത്തിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ യേശുവിൻ്റെ വലത് യാക്കോബ് ഇരിക്കുന്നു, ഇടത് യോഹന്നാൻ ഇരിക്കുന്നു. യേശുവിൻ്റെ വലത് യാക്കോബ് ഇരിക്കുന്നു, യേശുവിൻ്റെ ഇടത് യോഹന്നാൻ ഇരിക്കുന്നു. സ്വർഗത്തിലും അങ്ങനെ, അല്ലെങ്കിൽ എന്നെ തല്ലല്ല. സ്തോത്രം. ഞാനങ്ങ് പറഞ്ഞു പോയാ. ആദ്യം മരിച്ചത് സ്തോത്രം സെബദി മക്കളിൽ ഒരുവനും, അവസാനം മരിച്ചത് സെബദി മക്കളിൽ രണ്ടാമനുമായിരുന്നു. ഒരിക്കൽ കൂടെ, ആദ്യം മരിച്ചത് യാക്കോബും അവസാനം മരിച്ചത് യോഹന്നാനുമായിരുന്നു. ആദ്യം മരിച്ചത് സെബദി മക്കളിൽ സ്തോത്രം ഒരുവനായ യാക്കോബും അവസാനം മരിച്ചത് പ്രിയനായ യോഹന്നാനുമായിരുന്നു. അതുകൊണ്ട് ആരാധിക്കുന്ന മാതാപിതാക്കൾ ഇങ്ങനെ തന്നെ ഈ പ്രൊഫറ്റിക് പിക്ചർ കണ്ട് തന്നെ ദൈവത്തെ ആരാധിക്കണം. എൻ്റെ മക്കൾ ലോകത്തിനല്ല,
എൻ്റെ മക്കൾ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തന്നെ മാന്യമായ സ്ഥാനങ്ങളിൽ ഇരിക്കുമാറാകട്ടെ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പട്ടണവാതിക്കൽ നഗരവാതിക്കൽ അങ്ങനെയുള്ള ഒരു രാജാവിൻ്റെ ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ ലജ്ജിച്ചു പോകുകയില്ല. നിങ്ങളുടെ മക്കൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ തലയെ കുനിയിപ്പിക്കുന്ന മക്കളല്ല. ബന്ധുക്കളുടെ നടുവിലും സഭക്കാരുടെ നടുവിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ള മുമ്പിൽ തല ഉയർത്തുന്ന കുഞ്ഞുങ്ങളാക്കി എൻ്റെ കുഞ്ഞുങ്ങൾ മാന്യതയുടെ മക്കളായി ദൈവത്തിൻ്റെ കൃപയാൽ അതേ തീരുമാറാകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും എട്ടാമതായി വേറെ ഒരു സ്തോത്രം ആരാധന കൂടിയുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിച്ചു. മത്തായി സുവിശേഷം 28-ാം അധ്യായം, മത്തായി സുവിശേഷം 28-ാം അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 8-9 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 28-ാം അധ്യായം 8-9 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 28-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേൽപ്പിച്ചു. ഇതാ സ്തോത്രം, സ്ത്രീകൾ കല്ലറയിൽ പോയി ടോം ഒഴിഞ്ഞ കല്ലറ കഴിഞ്ഞിട്ട് സ്തോത്രം അവർ ഓടിപ്പോകുകയാണ്. അപ്പം കല്ല് മാറിയത് അവർ കണ്ടു. അവരിതാ മഹാസന്തോഷത്തോടും സ്തോത്രം ഭയത്തോടും കൂടെ അവരിതാ ഓടിപ്പോകുകയാണ്. അതിൻ്റെ മുകളിലത്തെ വാക്യം കൂടെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ 28-ാം അധ്യായം 4-ാം വാക്യം മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുന്നതായ സമയത്ത് സ്തോത്രം 4-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് മരിച്ചവരെ പോലെയായി. അപ്പോൾ അവരുടെ കാവൽക്കാർ പേടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കാം. പിന്നെ അടുത്ത് ദൂതനെ അവർ കാണുകയാണ്. ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. പിന്നെ അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണാൻ. അപ്പോൾ അവർ ആരെയൊക്കെ കണ്ടു കാണും? കാവൽക്കാരെ കണ്ടു, ദൂതനെ കണ്ടു. നമ്പർ 1 ദൂതനെ കണ്ടു, കാവൽക്കാരെ കണ്ടു, സ്തോത്രം ഒഴിഞ്ഞ കല്ലറ കണ്ടു. ഒരിക്കൽ കൂടെ ദൂതനെ കണ്ടു, കാവൽക്കാരെ കണ്ടു, ഒഴിഞ്ഞ കല്ലറ കണ്ടു. ഇന്ന് പലരും ഒഴിഞ്ഞ കല്ലറയെ ആരാധിക്കാൻ നടക്കുക. ഇന്ന് പലരും സ്തോത്രം പലതിൻ്റെയും കാവൽക്കാരെ ആരാധിക്കാൻ വേണ്ടി നടക്കുക. ഇന്ന് പലരും സ്തോത്രം അതേ ദൂതന്മാരെ ആരാധിക്കാൻ വേണ്ടി നടക്കുക. ഇതാ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആരാധന ദൂതനല്ല പോകേണ്ടത്, നിങ്ങളുടെ ആരാധന ഒഴിഞ്ഞ കല്ലറയ്ക്കല്ല പോകേണ്ടത്, നിങ്ങളുടെ ആരാധന ഉയർത്തെഴുന്നേറ്റ കർത്താവിനാണ് പോകേണ്ടത്. ഈ ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാർ ഇങ്ങനെയാണ് ഒരു തലക്കെട്ട് കൊടുക്കുന്നത്, സ്തോത്രം വിശുദ്ധ നാട് സന്ദർശിക്കുന്നു. തെറ്റാണത്, ഇനി കൊടുക്കല്ല. വിശുദ്ധ നാട് സന്ദർശിക്കുന്നു. വിശുദ്ധ നാട് എന്ന് പറയുന്ന ഒരു നാട് ഈ ലോകത്തിലില്ല. ഈ ഭൂമിയിൽ വിശുദ്ധ നാടെന്ന് പറയുന്ന ഒരു നാടില്ല. ഇന്ത്യയെക്കാൾ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ കൊന്ന നാടാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ പ്രവാചകന്മാരെ കൊന്ന നാടാണ്. കർത്താവ് തന്നെ യെരുശലേമിനെ നോക്കി ഇങ്ങനെയാണ് പറഞ്ഞത്, സ്തോത്രം യെരുശലേമേ പ്രവാചകന്മാരെ കൊന്നവളെ പ്രവാചകന്മാരെ കൊന്നവളെ. സോ പ്രവാചകന്മാരുടെ രക്തം വീണതായ നാടാണ് അത്. അഫ്കോഴ്സ് യേശുവിൻ്റെ രക്തം ആ സ്ഥാനത്ത് വീഴ്ത്തപ്പെട്ടു. നമുക്ക് ആ ദേശത്തോട് ഏറ്റവും വലിയ പ്രതിപത്തിയുണ്ട്. എന്നെ ആരെങ്കിലും സ്തോത്രം അതെ അമേരിക്കൻ സിറ്റിസൺ ആക്കാമെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് സന്തോഷമാണ് എന്നെ ആരെങ്കിലും ഇസ്രായേൽ സിറ്റിസൺ ആക്കാമെന്ന് പറഞ്ഞാൽ. റിയലി എനിക്ക് ഇസ്രായേലിനോട് ഭയങ്കര എനിക്ക് ഇസ്രായേലിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു പ്രോ ജീവാണ്. കാരണം സ്തോത്രം ഈ വേദപുസ്തകം ലൂക്കോസ് ഒഴികെയുള്ള ബാക്കിയുള്ള സകലരും എഴുതിയത് സ്തോത്രം അത് യഹൂദന്മാരാണ്. ലൂക്കോസ് എന്ന ഒരു എഴുത്തുകാരനൊഴികെ ബാക്കി 39 എഴുത്തുകാർ, 40 എഴുത്തുകാരാണ് എഴുതിയത്. സ്തോത്രം ഒരാളൊഴികെ ബാക്കി 39 എഴുത്തുകാർ, 40 എഴുത്തുകാരിൽ 39 എഴുത്തുകാരും യഹൂദന്മാരാണ്. യഹൂദന്മാരെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നത് സ്വർഗത്തെ നിങ്ങൾ പോകുമ്പോൾ വല്ലാതെ കഷ്ടപ്പെടും. യഹൂദന്മാരെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും സ്വർഗത്ത് പോകുന്നെങ്കിൽ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടും, വല്ലാതെ നിങ്ങൾ വിമ്മിഷ്ടമായിരിക്കും. മാത്രമല്ല പുതിയ യെരുശലേമിലേക്ക് കയറി ചെല്ലുമ്പോൾ പുതിയ യെരുശലേമിലേക്ക് നിങ്ങൾ കയറി ചെല്ലുന്നതായ സമയത്ത് സ്തോത്രം ആ പുതിയ യെരുശലേമിൻ്റെ ഗേറ്റിൽ ഒരൊറ്റ പലസ്തീനിയുടെ പേര് പോലും എഴുതിയിട്ടില്ല. ഇസ്രായേൽ അടിയടക്കുക. ഇപ്പം കേട്ടില്ല, പിന്നെ എപ്പോഴാണ് കേൾക്കുന്നത്? ഇത് പുതിയ യെരുശലേമിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ പുതിയ യെരുശലേമിൻ്റെ ഗേറ്റിൽ ഒരൊറ്റ പലസ്തീനിയുടെ പേര് പോലും എഴുതിയിട്ടില്ല. 12 അപ്പോസ്തലന്മാരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ആ 12 അപ്പോസ്തലന്മാർ യഹൂദന്മാരാണ്. അന്ന് യഹൂദന്മാരെ ഇഷ്ടമില്ലാത്തവർ ഞാൻ കയറുന്നില്ല കേട്ടോ, ഞാൻ തിരിഞ്ഞു നിൽക്കുക എന്ന് എത്ര എണ്ണം തിരിഞ്ഞു നിൽക്കുന്നതെന്ന് എനിക്ക് കാണണം. സ്തോത്രം. സോ ഇതിൻ്റെ ഭൂരിപക്ഷം എഴുതിയതായ ചരിത്രം എന്ന് പറയുന്നത് ഈ വിശുദ്ധ പുസ്തകം എഴുതിയത് യഹൂദന്മാരാണ് എഴുതിയത്. യേശു വന്നത് യഹൂദന്മാരിലാണ് യേശു വന്നത്. രക്ഷ ആദ്യം വന്നത് യഹൂദനിൽ എന്നാണ് വേദപുസ്തകം പറയുന്നത്.
12 അപ്പോസ്തലന്മാരുടെ പേരുകളാണ് പുതിയ യെരൂശലേമിൽ എഴുതിയിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, മിശിഹായുടെ മുൻപിൽ, രക്ഷകന്റെ മുൻപിൽ, സഭയുടെ നാഥൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അവനൊരു യഹൂദനാണ്, അവനൊരു തിരുവനന്തപുരംകാരനല്ല, അവനൊരു പലസ്തീനിയല്ല. പകരം യേശു കർത്താവ്, ദാവീദ് പുത്രൻ, അബ്രഹാമിൻ്റെ സന്തതി, അവനൊരു യഹൂദനാണ്. സ്തോത്രം. അതുകൊണ്ട് സഭയ്ക്ക് യഹൂദനെ സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഞാനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ പണ്ടേ ഈ വാഗ്ദത്ത നാട് ഞാൻ പിടിച്ചു കൊടുത്തേനെ. സ്തോത്രം. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ യഹൂദനെ എതിർക്കുമ്പോൾ നിങ്ങൾ വേദപുസ്തകത്തെ എതിർക്കുകയാണ്. നിങ്ങളെ യഹൂദനെ എതിർക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ, യഹൂദനെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആൻറ്റി സെമിറ്റിസം, സ്തോത്രം, അതെ, ദൈവത്തിനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നയാൾ ദൈവം തൻ്റെ പദ്ധതിക്കായി തിരഞ്ഞെടുത്താക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, അവർ വിശ്വാസികളാകട്ടെ, പാസ്റ്റർമാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, യഹൂദന്മാരാകട്ടെ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണല്ലോ ദൈവം അവരെ തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത്. അവരെ ആര് എതിർക്കുന്നോ ആ സ്പിരിറ്റിൻ്റെ പേരാണ് ആൻറ്റി സെമിറ്റിസം. അത് ഹിറ്റ്ലറിൻ്റെ ആത്മാവ്. ആ ഹിറ്റ്ലറിൻ്റെ ആത്മാവ് എറണാകുളത്ത് മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഇന്നും സ്തോത്രം വേഷം മാറി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ദൂതിതാണ്, സ്തോത്രം. യഹൂദനെ എതിർപ്പാൻ നമുക്ക് വകുപ്പ് ഇല്ല. അപ്പോൾ സ്തോത്രം, വിശുദ്ധ നാട് എന്ന് പറയുന്ന ഒരു നാട് ദേശത്തില്ല. കർത്താവ് ഇറങ്ങി വസിക്കുന്ന സ്ഥലം ഏതാണോ അതാണ് വിശുദ്ധം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണെങ്കിൽ നിങ്ങൾ വിശുദ്ധരാണ്. അതാണ്, നിങ്ങളാണ് വിശുദ്ധ നാട്. കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളാണ് വിശുദ്ധ നാട്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക, അതുകൊണ്ടാണ് എല്ലാ സഭകൾക്കും ലേഖനം എഴുതുമ്പോൾ തെസ്സലോനിക്ക ലേഖനമാണ് ആദ്യം പൗലൂസ് എഴുതിയത്. 1 തെസ്സലോനിക്ക ലേഖനമാണ് പൗലൂസ് ആദ്യം എഴുതിയത്. അതുകൊണ്ട് ഏത് ലേഖനം എഴുതുമ്പോഴും പൗലൂസ് എഴുതി വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. കാരണം നിങ്ങളിൽ കർത്താവുണ്ട്, നിങ്ങൾ വിശുദ്ധരാണ്. ഹല്ലേലൂയ. അങ്ങനെ കല്ലറയല്ല അവരെ ആരാധിച്ചത്, ദൂതനെയല്ല ആരാധിച്ചത്. സ്തോത്രം. ഓടി വന്നപ്പോൾ ഇതാ കർത്താവിനെ കാണുകയാണ്. 9-ാം വാക്യം, നിങ്ങൾക്ക് വന്ദനം എന്ന് യേശു പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്ന് പറഞ്ഞ തലക്കനത്തോടെയല്ല നിന്നത്. അവർ യേശുവിനെ വന്ദിച്ചില്ല, യേശു അവരെ വന്ദിച്ചു. കർത്താവിൻ്റെ താഴ്മ നോക്ക്. ഇന്ന് പല പാസ്റ്റർമാരെ നോക്കി പ്രൈസ് ദി ലോർഡ് എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ പ്രൈസ് ദി ലോർഡ് എന്ന് പുള്ളി പറയത്തുള്ളൂ. പക്ഷെ ലോകേണ്ട ഏറ്റവും വലിയ പാസ്റ്റർ അവൻ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് വന്ദനം, നിങ്ങൾക്ക് വന്ദനം. അല്ല, അവരെ വന്ദനം പറഞ്ഞിട്ടല്ല, അല്ലേ, നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു. അവർ അവനെ നമസ്കരിച്ചു. ഉയർത്തെഴുന്നേറ്റവനെ ആരാധിച്ചാട്ടെ. നിങ്ങളുടെ ആരാധന വേറെ ആരും കൊണ്ടുപോകല്ലേ, ഉയർത്തെഴുന്നേറ്റവനെ ആരാധിച്ചാട്ടെ. ഞാൻ നിർത്തി, സമയം പോയല്ലോ, ഞാൻ നിർത്തി. സ്തോത്രം. അവസാനം നിയോഗമുള്ളവർ ആരാധിക്കട്ടെ, നിയോഗമുള്ളവർ ആരാധിക്കട്ടെ. മത്തായി സുവിശേഷം 28-ാം അധ്യായം 17-ാം വാക്യം. മത്തായി സുവിശേഷം 28:17. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. നിയോഗമുള്ള അപ്പോസ്തലന്മാരാ. ചിലരോ സംശയിച്ചു. അപ്പോൾ സംശയിക്കുന്നവർ ഈ 11 പേരിൽ ചിലരുണ്ടായിരുന്നു. ഈ 11 പേരാണ് ആരാ? ഈ ശിഷ്യന്മാരെ കാര്യമാണ്. ചിലരോ സംശയിച്ചു. അപ്പം യേശുവിന് പോലും പെർഫെക്റ്റ് ചർച്ച്, 11 പേരുടെ ചർച്ചിനെ ഉണ്ടാക്കിയെടുക്കാൻ യേശുവിന് പോലും കഴിഞ്ഞില്ല. പിന്നെയാണ് എനിക്ക് കഴിയുന്നത്. യേശുവിന് പോലും, ജോൺ ബോസ്കോ കേട്ടില്ല, യേശുവിന് പോലും 11 പേരെ പെർഫെക്റ്റാക്കി തീർക്കാൻ പറ്റിയില്ല. കാരണം അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. സംശയ രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. സംശയം, അവനെന്തോ കുഴപ്പമുണ്ടല്ലോ എന്നിങ്ങനെ നോക്കുന്ന സംശയ രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. ഇംപെർഫെക്റ്റ് ചർച്ച്. പലരും പെർഫെക്റ്റ് പാസ്റ്റർ നോക്കുക, പലരും മൈക്രോസ്കോപ്പ് വെച്ച് പെർഫെക്റ്റ് ആൾക്കാരെ നോക്കുക, പെർഫെക്റ്റ് വിശ്വാസികളെ നോക്കുക. ജീവിതകാലം മുഴുവൻ 120 വർഷം ജീവിച്ചിരുന്നോ നോക്കിയാലും കിട്ടത്തില്ല കുഞ്ഞെ. വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് ടൈം. ചിലരോ സംശയിച്ചു. അവർ നിയോഗം കൊടുക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകുവേൻ എന്ന് നിയോഗം കൊടുക്കുകയാണ്. പക്ഷേ ആ നിയോഗം ലഭിച്ചവർ ദൈവത്തെ ആരാധിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ നിയോഗം എത്ര വലുതാണെങ്കിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം എന്ന നിയോഗം ലഭിച്ച അപ്പോസ്തലന്മാരും ദൈവത്തെ നമസ്കരിച്ചു. ഇന്ന് വലിയ ശുശ്രൂഷ കിട്ടിയാൽ പലരും ദൈവത്തെ ആരാധിക്കത്തില്ല. ചില പ്ലാറ്റ്ഫോമുകളൊക്കെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ എന്നെ പോലെയുള്ള പ്രാസംഗികർ ചിലപ്പോൾ ആരാധിക്കത്തില്ല. ഓരോ പ്രസംഗിക്കാൻ വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് കൈയൊന്നും അടിക്കത്തില്ല. കണക്ക് തുറന്ന് ആരൊക്കെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ചുറ്റും നോക്കി സൂപ്പർവൈസ് ചെയ്യത്തുള്ളൂ. ആരാധന സൂപ്പർവൈസ് ചെയ്യത്തുള്ളൂ.
എന്നാൽ ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയട്ടെ, സ്തോത്രം. ദൈവത്തിൻ്റെ സഭയിൽ സൂപ്പർവൈസറായി ദൈവം ആരെയും കണ്ടിട്ടില്ല. ആരാധനക്കാരെയാണ് കർത്താവിന് ആവശ്യം. ദൈവത്തിൻ്റെ സഭയിൽ സൂപ്പർവൈസേഴ്സ് വേണ്ട. അവൻ ഇങ്ങനെ നിൽക്കുന്നു, മറ്റവൻ എന്തോ പറഞ്ഞു, ഇവനിങ്ങനെ ചെയ്തു, മറ്റവൻ്റെ സ്തോത്രം. സൂപ്പർവൈസേഴ്സ് ദൈവത്തിന് വേണ്ട. സഭയിൽ അപ്പോസ്തലനുണ്ട്, പ്രവാചകനുണ്ട്, സുവിശേഷകനുണ്ട്, ഇടയനുണ്ട്, ഉപദേഷ്ടാവുണ്ട്. സഭയിൽ സൂപ്പർവൈസേഴ്സ് ഇല്ല. ഇന്ന് രാത്രി സൂപ്പർവൈസേഴ്സിനെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് ഇത് അവസാനം അറിയിപ്പാകുന്നു. സഭയിൽ സൂപ്പർവൈസേഴ്സ് ഇല്ല. സഭയിൽ ആരാണ്? സഭയിൽ ആരാധിക്കുന്നവർ മാത്രമേ ഉള്ളൂ. കാരണം സ്വർഗത്തിലും ആരാധനയാണ്. സ്വർഗത്തിൽ ആരാധിക്കുന്നു. തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ സ്വർഗത്തിൽ ആരാധന ശബ്ദം ഉയരുകയാണ്. വേദപുസ്തകം പറയുന്നു, സ്വർഗത്തിൽ ആരാധന ശബ്ദം ഉയരുന്നു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു എന്ന് പറഞ്ഞു സ്വർഗത്തിൽ ആരാധന ഉയരുകയാണ്. അതെ, സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം എന്ന് പറഞ്ഞ സ്വർഗത്തിൽ ആരാധന ഉയരുകയാണ്. കുഞ്ഞാടി അറുക്കപ്പെട്ട് എന്ന് പറഞ്ഞ ആരാധന ഉയരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ആരാധന ഉയരുന്നു. അതെ, സ്വർഗത്തിൽ ആരാധന ശബ്ദം ഉയരുകയാണ്. ഭൂമിയിലും ദൈവകൃപയാൽ ആരാധന ശബ്ദം ഉയരട്ടെ. ഇങ്ങനെ കേട്ടിരിക്കാൻ നേരമില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നൽകുകയാണ്. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. ഹല്ലേലൂയ. അപ്പനും അമ്മയും മക്കളുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് ഏറ്റവും കുറഞ്ഞ ഒരു 1/2 മണിക്കൂർ ആരാധിക്കണം. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. എല്ലാവർക്കും ഹോംവർക്ക് തരികയാണ്. 1/2 മണിക്കൂർ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? സ്തോത്രം. 3 പൊന്ന് കുന്തിരിക്കം വെച്ച് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിച്ചു. മത്തായി സുവിശേഷം 8 സ്തോത്രം 2 നമ്മൾ കണ്ടു. ഏകനായി കടന്നു വന്ന, ഏകാന്തതയിൽ വന്ന കുഷ്ഠരോഗി ദൈവത്തെ ആരാധിച്ചു. ഒരത്ഭുതം പ്രതീക്ഷിച്ചു വന്ന യായിറോസ് ദൈവത്തെ ആരാധിച്ചു. നമസ്കരിച്ചു എന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പത്രോസ് യേശു കർത്താവുമായി നടന്നു വന്ന പടകിൽ കയറി ആ വിടുതൽ കണ്ടപ്പോൾ സ്തോത്രം, അതെ, അപ്പോസ്തലന്മാർ ദൈവത്തെ ആരാധിച്ചു. വിമർശനങ്ങളുടെ നടുവിൽ ആ സ്തോത്രം കുരുടനായിരുന്നവൻ കർത്താവിനെ ആരാധിച്ചു. കനാന്യക്കാരിയായ ആ അമ്മ ആരാധിച്ചു. അത് മകൾക്ക് വിടുതലായി തീർന്നു. നിങ്ങളുടെ ആരാധന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിടുതലായി തീരുവാൻ വേണ്ടി പോകുകയാണ്. തീർന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. സബതി മക്കൾ ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. തൻ്റെ മക്കൾ മഹനീയമായ സ്ഥാനങ്ങളിൽ എത്തണമെന്ന് പറഞ്ഞ് അവൾ ദൈവത്തെ ആരാധിച്ചു. നിങ്ങളുടെ ആരാധന വേസ്റ്റ് അല്ല. നിങ്ങൾ ആരാധിക്കുന്നു എങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ സ്തോത്രം തലമുറകൾ എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. മാത്രമല്ല, നിയോഗമുള്ളവരും ദൈവത്തെ ആരാധിക്കട്ടെ. ആരാധന ഉയരട്ടെ. ഈ വെബ് സ്ട്രീം ഇവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആരാധന ഉയരട്ടെ. ആത്മനിറവിൽ ആരാധിച്ചാട്ടെ. ശബ്ദമുയർത്തി ആരാധിച്ചാട്ടെ. കരങ്ങളടിച്ച് ആരാധിച്ചാട്ടെ. അന്യഭാഷകൾ ആരാധിച്ചാട്ടെ. താങ്ക് യു. നാളെ 7 മണിക്ക് വീണ്ടും കാണുവരെ കൃപകൾ ദൈവം സൂക്ഷിക്കട്ടെ. കർത്താവിൻ്റെ ആരാധനയുടെ ആത്മാവ് ഒരു പുതപ്പ് പോലെ ഈ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. ഒരു പുതപ്പ് പോലെ ദൈവിക ആരാധനയുടെ അന്തരീക്ഷം ഈ ജനത്തിന് മുന്നിൽ മൂടപ്പെടുവാറാകട്ടെ. അനുഗ്രഹിക്കുന്നു. നിന്റെ ജനത്തെ സംരക്ഷിക്കും, സഹായിക്കും, സൗഖ്യമാക്കും, വിടുവിക്കും. ആരാധനയുടെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.